السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. നേരത്തെ സ്വാഗതപ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രാധാന്യമുള്ളതും എന്നാൽ പുതിയ സാമൂഹിക സാഹചര്യത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതുമായ മൂല്യച്യുതികളെക്കുറിച്ച് പ്രത്യേകിച്ച് യുവാക്കളും യുവതികളുമായി ബന്ധപ്പെട്ട കുറേ പ്രതിസന്ധികളെക്കുറിച്ച് ലളിതമായി സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തുകൊണ്ടാണ് പുതിയ ഗവൺമെൻറ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അവരുടെ മധുവിധു നാളിൽ തന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരി മരുന്നുകൾക്കെതിരെ വ്യാപകമായ ക്യാമ്പയിൻ ഓപ്പറേഷൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് സമൂഹത്തെ പ്രത്യേകിച്ച് യുവാക്കളെ അത്രമേൽ ബാധിച്ചു എന്നത് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ട് എന്നാണ് അതിന് മറുപടി. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇതുവരെ ഈ ജൂണിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് തുടങ്ങിയ ഓപ്പറേഷൻ തൂഫാൻ വഴി 3224 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മയക്കുമരുന്നിൻ്റെ കണ്ണികളും കച്ചവടക്കാരും അത് പുറലോകത്തേക്ക് എത്തിക്കുന്നവരും വളരെ പ്രാദേശികമായി ചെറിയ ചെറിയ തോതിൽ അത് വിതരണം ചെയ്യുന്നവരടക്കം ഏകദേശം 3500 ആളുകൾ. ഇത് സംബന്ധമായി കുറേ കേസുകൾ വന്നു. കുറേയേറെ മയക്കുമരുന്നുകൾ പിടിക്കപ്പെട്ടു. അതിൻ്റെയും ചില കണക്കുകളൊക്കെ ഉണ്ട്. 315 കിലോഗ്രാം കഞ്ചാവ് ഈ ഒരു ഓപ്പറേഷൻ തൂഫാനിൻ്റെ വകയായി പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ 1600 കിലോഗ്രാം MDMA. 1600 എന്നൊക്കെ പറയുമ്പോഴേക്ക് കുറച്ചല്ലേ ഉള്ളൂ എന്നൊന്നും ആരും വിചാരിക്കൂല എന്ന് എനിക്കറിയാം. കാരണം 2-3 തരികൾ മാത്രം, അത് പഞ്ചസാരയേക്കാൾ ചെറുത് മതി ഈ സാധനം ഒരു മനുഷ്യന് 24 മണിക്കൂർ ബോധം കെട്ട് കിടക്കാൻ. അങ്ങനെയുള്ളത് 1600 ഗ്രാം എന്ന് പറഞ്ഞാൽ വലിയൊരു കണക്കാണ്. ഇതിന് പുറമെ മറ്റുള്ള ഹഷീഷ് ഓയിൽ, ഹെറോയിൻ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ഈ സീസണിൽ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. വിരോധാഭാസം എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഒരു വശത്ത് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം ഓപ്പറേഷൻ തൂഫാനായി നടക്കുമ്പോൾ തന്നെ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വ്യാപകമാവാൻ സാഹചര്യം ഒരുക്കുന്നു ഗവൺമെൻറ്. അതിൻ്റെ ടാക്സ് കുറയ്ക്കും എന്നാണ് പുതിയ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. അങ്ങനെ വരുമ്പോൾ വ്യാപകമായി അത് നമ്മുടെ കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കും. വീര്യം കുറഞ്ഞ മദ്യം ഈ സംഗതിയിലേക്ക് കടക്കാനുള്ള ഒരു വാതിലാണ്. അത് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുകയും നല്ല രീതിയിൽ കേരളത്തിൽ ലഭ്യമാവുകയും ചെയ്യുമ്പോൾ പലരും അതിലേക്ക് ആകർഷിക്കപ്പെടും. പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോൾ വീര്യം കൂട്ടാനുള്ള ശ്രമം തുടങ്ങിക്കൊണ്ടിരിക്കും. അത് മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഇപ്പോൾ തന്നെ പലപ്പോഴും നമ്മളൊക്കെ വായിക്കുന്നതും കേൾക്കുന്നതുമാണ്. നിലവിലുള്ള ലഹരി വസ്തുക്കളൊന്നും എഫക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം പലരെയും ഈ ലഹരി സ്വാധീനിച്ചിരിക്കുന്നു. അപ്പോൾ നിലവിലുള്ള എന്ത് കഴിച്ചാലും അവർക്ക് അതിൻ്റെ കിറുക്ക് കിട്ടൂല. അതുകൊണ്ട് നാക്കിൽ പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്ന കഥ പോലുമുണ്ട്. പണ്ട് ബോംബെയിൽ അത് കണ്ടതിനെ കുറിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷത്തിലാണെന്ന് തോന്നുന്നു കേരളത്തിൽ കോട്ടയത്തുകാരനാകുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് അയാൾക്ക് ഈ പരിപാടി ഉണ്ടെന്നും പറഞ്ഞിട്ടായിരുന്നു. അയാളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ 10,000-ഓളം ആളുകളുണ്ട് എന്നും പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നിലവിലുള്ള ലഹരി പോരാതെ വരും എന്നത് ഇതിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ വീര്യം കുറഞ്ഞ ലഹരി കേരളത്തിൽ വ്യാപകമായി വിതരണം ചെയ്യാനുള്ള ശ്രമവും ഒരു വശത്ത് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കും. അതാണ് മുമ്പൊരു സമയത്ത് നമ്മൾ ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് തന്നെ സംസാരിച്ചപ്പോൾ അതതിൻ്റെ തലത്തിൽ നടക്കുമ്പോൾ തന്നെയും അതല്ലാത്ത രീതിയിലുള്ള മദ്യത്തിനെയും മയക്കുമരുന്നിനെയും എതിരെയും ശക്തമായ പ്രവർത്തനം വേണം കേരളം 2 കാലിൽ നടക്കാനെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇനിയും
കണക്കുകൾ കുറേയുണ്ട്. നമ്മുടെ കേരളത്തിൽ യുവാക്കളും എന്നല്ല യുവതികളും, പണ്ട് കാലത്തൊക്കെ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയായിരുന്നു ഈ മദ്യം മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ എല്ലാ വിഷയത്തിലും തുല്യത വേണമെന്ന രീതിയിലുള്ള സ്ത്രീകളുടെ മോഹത്തിൻ്റെയൊക്കെ ഫലമാവാം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും രൂപത്തിൽ വിഷയത്തിൽ സ്ത്രീകൾ വളരെയേറെ പുരോഗതിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ചില അഡിക്ഷൻ സെൻ്ററിലെ ഡോക്ടർമാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ. അവർ പറയുന്നത് പുതിയ കാലത്ത് കൂടുതലായി ഇതിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളും പെൺകുട്ടികളുമാണെന്നാണ്. ക്യാമ്പസുകളും ഹോസ്റ്റലുകളും ഇതിനവർ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. തൊഴിലിടങ്ങളും മറ്റും അവർ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ യുവത്വം ഉറങ്ങിക്കിടക്കുന്നതും ഏറ്റവും കൂടുതൽ പരാജയത്തിലേക്ക് എത്തുന്നതും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വഴിയാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഉപയോഗിച്ചു, അവരതുമായിട്ട് ഇങ്ങനെ പോയി എന്നുള്ളത് അടുത്തല്ല അതിൻ്റെ പ്രശ്നം. സാമ്പത്തികമായി വലിയ പ്രശ്നം വരും. അപ്പം സമ്പത്ത് കിട്ടാൻ വേണ്ടിയുള്ള പിടിച്ചുപറിയും തട്ടിപ്പും വെട്ടിപ്പും മോഷണവും ഒക്കെ നടക്കും. അതിനപ്പുറം ശരീരം വിതരണം ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തും. അത് പെണ്ണിൻ്റെ പ്രത്യേകത ഒന്നുമല്ല, ആണുങ്ങളും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അത് അങ്ങനത്തെ ഒരു സംവിധാനം കൂടി വരുന്നു എന്നാണ് പറയണത്. വ്യാപകമായി വരുന്നത്ര അങ്ങനത്തെ സംവിധാനങ്ങൾ. പെണ്ണുങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പുരുഷന്മാർ. അപ്പോൾ ആണിനും പെണ്ണിനും പണം വേണം ലഹരി ഉപയോഗിക്കാൻ. ഇത്തിരി പൈസ ഒന്നും പോരാ, നന്നായിട്ട് വേണം. അതിനുവേണ്ടി മോഷണം പോലെയുള്ള ചെറിയ തരികിടകളിലൊന്നും ഒതുങ്ങാതെ ശരീരം വിൽപ്പന വിതരണം എന്ന രീതിയിലേക്ക് പോകുന്നു. വേശ്യപ്പണി എന്ന് പറഞ്ഞുകൂടാ, ചിലപ്പോൾ കേസ് വരും. മനോഹരമായിട്ട് ഡെക്കറേഷൻ ചെയ്ത് പറയണം സെക്സ് വർക്ക്. അപ്പം മദ്യപാനം മയക്കുമരുന്ന് എന്നുള്ളത് ഒരു ചെറിയ പ്രശ്നത്തിൽ ഒതുങ്ങണതല്ല എന്നാണ്. ആരോഗ്യപരമായ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പറയണ്ട, ആത്മഹത്യയെക്കുറിച്ച് പറയണ്ട, അതൊക്കെ ഇതിനെ തുടർന്ന് വരുന്ന വലിയ സംഗതിയാണ്. അവൻ്റെ റസൂല് പറഞ്ഞു, മയക്കുമരുന്ന് ലഹരി എല്ലാ തിന്മയുടെയും മാതാവാണ്. എല്ലാ തിന്മയുടെയും മാതാവ്. നമ്മുടെ കേരള സാഹചര്യത്തിൽ യുവാക്കൾക്ക് ബോധം നശിക്കുകയും ജീവിതത്തെക്കുറിച്ചുള്ള ധാരണ ഇല്ലാതെയാകുകയും എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുകയും ചെയ്യുന്നത് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി രക്ഷിതാക്കളും അധ്യാപകരും അല്ലെങ്കിൽ ഭരണകർത്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് ലഹരിയുടെ വ്യാപനം. ഈ സിന്തറ്റിക് രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിൽ നിന്ന് ആ കുട്ടി നഷ്ടപ്പെട്ടു. 4 വർഷം കൊണ്ട് മരണപ്പെടുമെന്നാണ് ചില ലഹരി വസ്തുക്കളുടെ കണക്ക്. വല്ലാതെ പോയാൽ 7 വർഷം. MDMA കുറിച്ചൊക്കെ അങ്ങനെയാണ് വായിക്കാൻ പറ്റുന്നത്. ഈ 4 വർഷം വരെ ജീവിക്കുന്നു, 7 വർഷം വരെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ 1-2 വർഷമാകുമ്പോഴേക്ക് 100% മാനസിക രോഗിയായിട്ടുണ്ടാവും. അക്രമവാസന തുടങ്ങും, പിടിച്ചുപറിയുണ്ടാവും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ എവിടെയാണ് ജീവിതത്തെക്കുറിച്ചും ലക്ഷ്യം നേടുന്നതിനെ കുറിച്ചും ചിന്തിക്കാൻ സമയം? തലച്ചോറ് ഉറങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് പഠനം താറുമാറാകുന്നു, കുടുംബബന്ധം നശിക്കുന്നു, സാമൂഹികമായ എല്ലാ ഇടപാടുകളിൽ നിന്നും അദ്ദേഹം ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ മൂകരായിട്ടിരിക്കുന്നു. രോഗത്തിൻ്റെ വ്യാപനം വളരെ പ്രധാനമുള്ളത് തന്നെയാണ്. ഒരു സിറിഞ്ച് ഉപയോഗിച്ച് പലരും കുത്തിവെക്കുന്നത് വഴി എല്ലാവർക്കും ഒരു രോഗം പകർന്നുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് എയ്ഡ്സ്. ഇതുവരെയും നേരാവണ്ണം ചികിത്സയില്ലാത്ത, മുമ്പങ്ങാണ്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ 10 വർഷം നീണ്ടു നിൽക്കുന്ന ഇഞ്ചിഞ്ചായ മരണം, അതാണ് എയ്ഡ്സ്. എന്തുകൊണ്ട്? ഒരു സിറിഞ്ച്, വളരെ വില കൂടിയ സാധനം പല സിറിഞ്ചിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ കുറേ നഷ്ടം വരുന്നതാണ് അത് സംബന്ധമായുള്ള ആളുകൾ പറയണത്. പിന്നെന്ത് വേണം? ഒരു സിറിഞ്ചിലെടുക്കുക, എന്നാൽ പിന്നെ കുറച്ച് ഈ ഉപയോഗിക്കുമ്പോഴുള്ള നഷ്ടം വളരെ കുറയും. എന്നിട്ട് അതുകൊണ്ട് 10-20 ആളുകൾ ഗ്യാങ് ചേർന്നിട്ട് കുത്തിവെച്ചുകൊണ്ടിരിക്കുക. ഗവൺമെൻറ് എയ്ഡ്സിനെതിരെ വല്ലാതെ പ്രവർത്തനം നടത്തിയിട്ടും പരസ്യം ചെയ്തിട്ടും അതിൻ്റെ വ്യാപനത്തെക്കുറിച്ച് നന്നായിട്ട് ബോധവൽക്കരിച്ചിട്ടും എയ്ഡ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. സമീപകാലത്ത് ഏകദേശം 19 വർഷത്തിൻ്റെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് 2025 കൊല്ലം. പെരുമ്പാവൂർ മേഖലയിൽ ഒരാഴ്ച തന്നെ 16 കേസുകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരാഴ്ച. ഇത് പല രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കും. ഇതിലേക്ക് എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട
പ്രശ്നം മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണെന്ന് കണക്കുകൾ പറയുന്നു. ആത്മഹത്യകൾ ബാക്കി കിടക്കുന്നുണ്ട്, കൊലപാതകങ്ങളുണ്ട്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. യുവതിയും യുവാക്കളും കൃത്യമായി നശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ്. ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത് മയക്കുമരുന്ന് മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം എന്നുള്ളതാണ്, നേരെ മറിച്ച് എല്ലാ ലഹരിയും. അതുകൊണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചത് കുല്ലു മുസ്കിരിൻ ഹറാം. മനുഷ്യൻ്റെ മനസ്സിനെ മയക്കിക്കിടത്തുന്ന എല്ലാ ലഹരി പദാർത്ഥങ്ങളും നിഷിദ്ധമാകുന്നു. അത് പൊടിയായിട്ട് കിട്ടുന്നത് മാത്രം, അല്ലെങ്കിൽ ഗവൺമെൻറ് വിതരണം ചെയ്യാത്തത് മാത്രം, അങ്ങനൊന്നുമില്ല. കുല്ലു മുസ്കിരിൻ, എല്ലാ ലഹരി പദാർത്ഥവും. അതുകൊണ്ട് നമ്മുടെ മക്കളെക്കുറിച്ച് ആശങ്കപ്പെടണം. യുവത്വത്തെക്കുറിച്ച് നമ്മൾ വല്ലാതെ ദുഃഖത്തോടുകൂടെ ചിന്തിക്കണം. ഇത് കുറ്റപ്പെടുത്താനോ അവരെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാനോ പറയണതല്ല, ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. അവരുടെ ബന്ധങ്ങളെക്കുറിച്ച് നന്നായിട്ട് ബോധം വേണം നമുക്ക്. ആരോടൊപ്പമാണ് കൂടി സഹവസിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ചിന്ത വേണം. ഒരൊറ്റ ദിവസത്തെ ഒരൊറ്റ പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് കൃത്യമായി അടിമകളായിത്തീരുന്ന മയക്കുമരുന്നുകളാണ് ഇന്ന് ഈ പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. മൂക്കിലൂടെ തലച്ചോറിലേക്ക് MDMA ഒരൊറ്റ പ്രാവശ്യം എത്തിയാൽ അതിൻ്റെ അഡിക്റ്റായി എന്നാണ്. രണ്ടാമതൊരു ദിവസം ഉപയോഗിക്കേണ്ടതില്ല. ആ ഉപയോഗിച്ചതിൻ്റെ കൃത്യം 24ാമത്തെ മണിക്കൂറിൽ ഇയാൾ വയലൻ്റ് ആകാൻ തുടങ്ങും. പിന്നെ ആ സാധനം കിട്ടിയിരിക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് ആലോചിക്കണ്ടേ, നമ്മുടെ മക്കളുടെ ചങ്ങാതിമാരെ കുറിച്ചും അവരുടെ കൂട്ടുകെട്ടിനെ കുറിച്ചും ആലോചിക്കണ്ടേ, സ്നേഹബുദ്ധിയെ തിരുത്തിക്കൊണ്ടിരിക്കണ്ടേ, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തവരെ ഉത്ബുദ്ധരാക്കണ്ടേ. ചില ആളുകളെ കൊണ്ട് 10-15 വയസ്സായി, ഇനി അവനായി അവൻ്റെ പാടായി. ഇന്നലെ രാത്രി 12 മണിക്ക് ഞാൻ യാത്ര ചെയ്ത് വരുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്തുനിന്ന്. ഒട്ടുമിക്ക അങ്ങാടികളും സജീവമാണ്. എന്തുകൊണ്ട് സജീവം? കളി നടക്കുന്നു, നടക്കാനിരിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന കളി കണ്ടുകൊണ്ടിരിക്കുന്നവർ, പിന്നീട് അടുത്ത കളിക്ക് വേണ്ടി പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നവർ. ഏത് നാടാണെന്നറിയില്ലേ? അർജന്റീനക്കാരുടെയും ബ്രസീലുകാരുടെയും ഗംഭീരമായ കലാപത്തിൻ്റെ വീഡിയോ പുറത്തു വന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ലോറിയിലൊക്കെ വന്നിട്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൂരമായി തല്ലുകൂടൽ നടത്തുന്നു. എന്തിനു വേണ്ടി? ഏതോ ഒരു നാട്ടിൽ എന്തോ ഒരു കളി നടക്കുന്നു, അതിനുവേണ്ടി പറഞ്ഞു കയറിയിട്ട് തല്ല് നടക്കുന്നു, കൂട്ടത്തല്ല് നടക്കുന്നു, ഒരു സെമിത്തേരിയുടെ പശ്ചാത്തലത്തിൽ. അതാലോചിച്ചൂടെ? നന്നായിട്ട് കുരിശം വെച്ചിട്ടുള്ള നിരവധിയായ കബറുകൾ ഇങ്ങനെ കിടക്കുന്നു. അതിൻ്റെ പരിസരത്ത് വെച്ച് ഗംഭീരമായ തല്ല്. പലപ്പോഴും നമ്മൾ ഈ ക്രൈസ്തവരുടെ സെമിത്തേരിയുടെ അരികിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും, ഇന്ന് ഞാൻ നാളെ നീ ഇന്ന്. അത് കണ്ടിട്ടെങ്കിലും ഈ ഒരു തോന്നിവാസത്തിനല്ല ജീവിതമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ? ഇല്ല, തല്ലാണ്. ഇങ്ങനെ നട്ടപ്പാതിരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി അടിച്ച് നടക്കുന്ന സമയത്ത് വല്ല വില്ലനായി മയക്കുമരുന്നെത്തും. എല്ലാവരും അങ്ങനെയൊന്നൊന്നുമല്ല പറയണത്. ഇനി ഫുട്ബോൾ ഫാൻസുകാർ മൊത്തം ഇറങ്ങണ്ട, കമൻറ്റുമായിട്ട് വരണ്ട. യുവാക്കൾ എവിടെയൊക്കെ ഒറ്റപ്പെടുന്നോ, ആരുമില്ലാത്തടത്ത് അവർക്ക് സംഗമിക്കാൻ പറ്റുന്നോ, അവിടെ നിരവധിയായ പൈശാചികതകൾ രൂപപ്പെടും. കാരണം അവരുടെ യുവത്വത്തിൻ്റെ തളപ്പിൻ്റെ കാലമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ അങ്ങോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വിചാരിക്കണ്ടേ? നമ്മൾ റൂട്ട് നിശ്ചയിച്ചു കൊടുക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ അവസാനം കുടുംബത്തിനും നാട്ടിനും ശാപമാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അവന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ഒരിക്കലും വിചാരിക്കാൻ സാധിക്കാത്ത പിതാവും മാതാവും ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് മക്കൾ മാറുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അപ്പം ഈ മതം പറയുന്നതും ധാർമ്മികതയുടെ വശങ്ങളും നമുക്ക് ഓർമ്മ വരും. അപ്പോഴേക്ക് സമയം കഴിഞ്ഞിട്ടുണ്ടാകും. പഠനരംഗത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. മയക്കുമരുന്നിൻ്റെ ഒരു അഡിക്റ്റ് അയാൾക്ക് എന്ത് പഠിക്കാൻ പറ്റും? ഏറ്റവും സൂക്ഷ്മമായ സംഗതികൾ പോലും, ഒരു ചെറിയ തരി പോലും കൃത്യമായി കണക്കാക്കാൻ പറ്റുന്ന ഏറ്റവും ആധുനികമായ ഒരു ത്രാസുമായാണ് കേരളത്തിലെ ഒരു കോളേജിലെ ക്യാമ്പസിൽ നിന്ന്, ഹോസ്റ്റലിൽ നിന്ന് ഒരു കുട്ടിയെ പോലീസ് പിടിച്ചത്. എന്തിനാ അവന് തുലാസ്? മയക്കുമരുന്നിൻ്റെ വിതരണക്കാരൻ. ആ ക്യാമ്പസിലുള്ള സർവ്വ പേർക്കും അവനിൽ നിന്ന് മയക്കുമരുന്ന് ലഭ്യമാണ്. അത് തൂക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും ആധുനികമായ ത്രാസ് അവൻ സംഘടിപ്പിച്ചത്. ഒരു ക്യാമ്പസിൻ്റെ വിഷയമല്ല ഇത്.
അല്ലെങ്കിൽ ക്യാമ്പസുകളുടെ മാത്രം വിഷയമല്ല. ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും പലവിധ ഇടങ്ങളിൽ വെച്ച് ഈ സംഗതി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിഹാരം ഞാൻ നേരത്തെ പറഞ്ഞു. കള്ളിലൂടെ ജീവിച്ച് ലക്കുകെട്ട ജീവിതം മാത്രം അനുഭവിച്ചൊരു സമൂഹത്തെ ലോകത്തിന് മാതൃകയാക്കാൻ പരിശുദ്ധ ഖുർആനിൻ്റെ മദ്യനിരോധനത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിന് ചരിത്രം തെളിവാണ്. മയക്കുമരുന്നിലേക്കൊക്കെ എത്തിയാളെ തുടർച്ചയായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ കൂടെ ഗവൺമെൻറ് ഇത് സംബന്ധമായി ചെയ്യേണ്ടതുണ്ട്. കുല്ലു മുസ്കിരീൻ ഹറാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ മയക്കുമരുന്ന് കൊണ്ട് ചെയ്താൻ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. സൂറത്ത് മാഇദയുടെ 90 മുതലുള്ള വാക്യങ്ങൾ. നമ്മളെ തെറ്റിക്കാനും നമ്മളെ ഇബാദത്തിൽ നിന്നും ദൈവിക ചിന്തയിൽ നിന്നും മാറ്റാനുമാണ് പിശാച് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മാറുന്നതോടുകൂടെ ഈ പട്ടത്തിൻ്റെ കയറ് പൊട്ടിയ പോലെയായി മനുഷ്യൻ. പിന്നെ അതെങ്ങോട്ട് പോകണമെന്നറിയില്ല, എവിടെ പോകുന്നു എന്നറിയില്ല. അതോടുകൂടെ മനുഷ്യൻ്റെ പുരോഗതി നശിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്ക്. മതത്തിൻ്റെ ഒരു നിയന്ത്രണമായിട്ട് വേണമെങ്കിൽ പട്ടത്തിൻ്റെ കയറിനെ നമുക്ക് സങ്കല്പിക്കാം. ഈ നിയന്ത്രണത്തിലൂടെ മനുഷ്യൻ പോകുമ്പോൾ പിന്നെയും പിന്നെയും ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ നിയന്ത്രണത്തിൽ മനുഷ്യൻ വിധേയനായി നിലകൊള്ളുമ്പോൾ അവന് സർവ്വ പുരോഗതിയിലേക്കും എത്തിച്ചേരാൻ പറ്റും. മതത്തിൻ്റെ ഈ ഒരു നിയന്ത്രണത്തെ കണ്ടിച്ച് ദൈവമില്ലാതെ പ്രവാചകനില്ലാതെ ഞാൻ സ്വതന്ത്രമായി ജീവിക്കുമെന്ന് വിചാരിക്കുന്നിടത്തോടുകൂടെ പരാജയം തുടങ്ങുന്നു. ആ പട്ടത്തിന് പിന്നെ മുകളിലേക്ക് പോകാൻ കഴിയില്ല. എവിടെയോ പോയിട്ട് സമൂലം നശിക്കുന്നു. ഇതാണ് ചെറുപ്പക്കാരുടെ ജീവിതത്തിലും അല്ലാതെ കടന്നു വരുന്നത്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നുണ്ട് അവസാന പോയിൻ്റായിട്ട്. എന്തുകൊണ്ട് ഈ തലത്തിലേക്ക് അവർ മാറുന്നു എന്നതിനെക്കുറിച്ച് അപ്പോൾ നമുക്ക് മനസ്സിലാവും. ചെറുപ്പക്കാരും യുവതികളും ഒക്കെ നശിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അത് വലിയവരും ചെറിയവരും ഒക്കെ അതിൽ കണക്കാണ്. സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന കൊറോണാനന്തരം കേരളത്തിൽ മാത്രമല്ല ലോകാടിസ്ഥാനത്തിലുണ്ടായ ഒരു മൂല്യച്യുതി. എല്ലാവരും ഫുൾ ടൈം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, ആവശ്യത്തിനും അനാവശ്യത്തിനും. ഫുൾ ടൈം അതിൽ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? നിർദോഷകരം എന്ന് നമുക്ക് തോന്നുന്ന ചില ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഗെയിമുകളൊക്കെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പാടി നോക്കുകയാണെങ്കിൽ അവർ പന്ത് കളിക്കുകയായിരിക്കും. ഓക്കെ, വലിയ മോശമൊന്നുമില്ല, മുണ്ടയിച്ചതൊന്നും കാണുന്നില്ല, നമ്മളത് ആശ്വസിക്കും, കുഴപ്പമില്ലെന്ന് കരുതും. പക്ഷേ ഇവരുടെ മനസ്സതിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നു. ഒരു 10 മിനിറ്റ് ഒഴിവിട്ടുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ഗെയിം കളിക്കണം എന്ന രീതിയിൽ അവരിങ്ങനെ അതുമായി അവരുടെ ഹൃദയം ഇങ്ങനെ തുടുത്തുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ അവർക്ക് പഠനം, പിന്നെ എങ്ങനെ അവർക്ക് സാമൂഹിക ബന്ധങ്ങൾ, പിന്നെ എങ്ങനെയാണ് കുടുംബമായിട്ടുള്ള അവരുടെ ഡീലിംഗ് മനോഹരമായി പോവുക? എങ്ങനെയാണ് പെങ്ങളെ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുക? എങ്ങനെയാണ് സ്വന്തം മാതാവിനെയും പിതാവിൻ്റെയും വിവരം അറിയാൻ പറ്റുക? ഇല്ല, അവൻ്റെ ഹൃദയം ഫുള്ള് ഈ ഒരു ഗെയിമിൽ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയുന്നുണ്ട് ലോകം. ഏറ്റവും ലാസ്റ്റ് 16 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ലെന്ന് UAE-യിൽ നിയമം വന്നു. അത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു. ജപ്പാൻ ആദ്യം തുടങ്ങി, ഫ്രാൻസിൽ പോലും വന്നു. ശ്രദ്ധയിൽ പെട്ടെടുത്തോടത്തോളം ഏകദേശം 10-15 രാജ്യങ്ങൾ 18-16 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ ഈ സാധനം ഉപയോഗിക്കരുത് എന്ന് കർക്കശമായി വിലക്ക് കൊണ്ടുവന്നു. നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140-ലേറെ കോടികളുള്ള വലിയൊരു രാജ്യമാണ്. UAE നടക്കുന്നത് പോലെ, കുവൈത്തിൽ നടക്കുന്നത് പോലെ കർശനമായ രീതിയിൽ ചിലപ്പോൾ ഇതിൻ്റെ നിയന്ത്രണമൊന്നും ഗവൺമെൻറ് തലത്തിൽ നടന്നുകൊള്ളണം എന്നില്ല. പക്ഷേ മാതാവിനും പിതാവിനും രക്ഷിതാവിനും ഒരു ബോധം വേണം, എൻ്റെ മോൻ എൻ്റെ മോൾ നന്നായിരിക്കണം എന്നതിനെക്കുറിച്ച്. ഫുൾ ടൈം ഇതിലേക്ക് കണ്ണും മേയിച്ച് നിൽക്കുന്നതിൻ്റെ ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ തൽക്കാലം സംസാരിക്കുന്നില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഒന്ന്, ഇതുവഴി വികൃതമായ ബന്ധങ്ങൾ രൂപപ്പെടുന്നു. വികൃതമായ ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലജാതി പ്രണയത്തിൻ്റെയും പ്രണയ നൈരാശ്യത്തിൻ്റെയും ആ പ്രണയം മുഖേനയുള്ള കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും ഒക്കെ അടിസ്ഥാന കാരണം ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ച്
അയാളെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തപ്പോൾ കയറി പ്രണയിക്കുന്നത് കൊണ്ടാണ്. പ്രണയത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴേക്ക് നമ്മളൊക്കെ ഏത് കാലത്താന്നുള്ള രീതിയിൽ മെസ്സേജ് വരും. തീർച്ചയായിട്ടും അത് സഹിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണിത് പറയണത്. കല്യാണത്തിൻ്റെ മുന്നേയുള്ള പ്രണയങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട ഒരാളുടെ എല്ലാ തിന്മകളും മറച്ചു വെക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ഒരാൾ, യാദൃച്ഛികമായി ഒരാൾ ഇഷ്ടപ്പെടുന്നു, പിന്നെ അയാളുടെ മദ്യപാനം, മയക്കുമരുന്ന്, അയാളുടെ ദുശ്ശീലങ്ങളൊന്നും ഈ കവിതാക്കൾക്കിടയിൽ പ്രശ്നമില്ല. പക്ഷെ ജീവിതത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് വല്ലാതെ അവരെ ബാധിച്ചു തുടങ്ങും. അതോടുകൂടെ കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും എത്തിച്ചേരും. നേരെമറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സൂക്ഷ്മമായി വിലയിരുത്ത് നമുക്ക് പറ്റുന്ന ഒരു ഇണയെ, തുണയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കുകയാണ് എങ്കിൽ സമൂഹത്തിൻ്റെ പിന്തുണ, കുടുംബത്തിൻ്റെ പിന്തുണ, ഈ ഉത്തരവാദപ്പെട്ട ആളുകൾ അന്വേഷിച്ച് നമ്മുടെ ഇണയെക്കുറിച്ച്, തുണയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നേടി അതനുസരിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഗുണങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റും. ഇത് ഏതോ ഒരു കണ്ണിറുക്കലിൽ പ്രണയം കൂടാണ്. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ മോശത്തരങ്ങളും മറക്കാനും സഹിക്കാനും തയ്യാറാകുക. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന കുടുംബ ആത്മഹത്യകളുടെയൊക്കെ റിപ്പോർട്ടിൻ്റെ അവസാനം പ്രണയവിവാഹമായിരുന്നു എന്ന് കാണുന്നത്. വലിയ വലിയ മാനസിക രോഗ വിദഗ്ധന്മാരത് പറയുന്നതാണ്. വിവാഹം, ബന്ധനം പോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. പ്രണയവിവാഹത്തിൽ ഒട്ടുമിക്കതും 90% പരാജയപ്പെടുമെന്ന് കൃത്യമായ എവിഡൻസ് വഴി അത്തരം ഗ്രന്ഥങ്ങളിൽ സമർത്ഥിക്കുന്നത് കാണാം. എന്തുകൊണ്ട്? കുറേ കാരണങ്ങളുണ്ട്, ഞാനങ്ങോട്ട് പോകല്ല. പരീക്ഷക്കാലത്ത് പ്രണയിച്ചിരിക്കുന്നവരുടെ റിസൾട്ട് എങ്ങനെ വരും എന്നതിനെ കുറിച്ച് ആലോചിക്കുക. കൃത്യമായി പഠിക്കുന്നതിന് പകരം സല്ലപിച്ച് പലയിടങ്ങളിൽ അത് കടപ്പുറാവാം, നമ്മുടെയൊക്കെ പ്രാദേശികമായുള്ള ജ്യൂസ് കടകളാവാം. ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നൊന്നുമല്ലത്. പക്ഷെ സമൂഹത്തോട് ഇത് ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ജ്യൂസ് കടകളുടെ ഉള്ളിലേക്ക് കമിതാക്കൾ കടന്നു വരുമ്പോൾ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കച്ചവടം നടക്കും. പക്ഷെ മണിക്കൂറുകൾ ആരും കാണാതെ സല്ലപിച്ചിരിക്കാനും അവർക്ക് അപ്പോൾ സാധ്യമാകും വിധത്തിലുള്ള അശ്ലീലങ്ങളൊക്കെ നടത്താനും ആ വേദിയെ അവർ ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ പ്രാദേശികമായ ജ്യൂസ് കടകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, വലിയ ടൗണിലുള്ള സ്പാകളെ കുറിച്ചൊന്നുമല്ല. കേരളത്തിൽ എവിടെ നടന്നാലും ഇത്തരം സ്പാകളുടെ പരസ്യം കാണും. അവിടെയൊക്കെ നടക്കുന്നത് പറയാൻ പറ്റാത്തതാണെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നമ്മൾ വെറുതെ മലപ്പുറം ടൗണിലെ സ്പാ, കോഴിക്കോട്, കൊച്ചി ടൗണിലെ സ്പാ എന്നൊന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. തുരുതുരാതെ കുറിച്ചുള്ള ഫോട്ടോസുകൾ നമുക്ക് കാണാൻ പറ്റും. മെസ്സേജിൻ്റെ മറവിൽ നടക്കുന്ന കുറേ അറസ്റ്റുകളൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാതെ താൽക്കാലികമായി എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കണമെന്ന് തീരുമാനിക്കുന്ന യുവത്വം പലപ്പോഴായിട്ട് പരാജയപ്പെടുന്നതാണ് ഇത്തരം മേഖലകൾ. എന്തിനാ ജീവിക്കുന്നത്? പരമാവധി ആസ്വദിക്കണം. ആ ചിന്തയിലേക്ക് അവരെ കൊണ്ടുപോയത് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ മതരാഹിത്യം. അങ്ങനെ വരുമ്പോൾ കുടുംബം പ്രശ്നമല്ല, അവരുടെ കിളി വീണാനുള്ള സംഗതികളും ധാരാളമായുണ്ട് അവർക്ക് പരിസരത്ത്. അപ്പൊ പിന്നെ ബാധ്യതകളൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. സമൂഹം നശിക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാലോ, സോഷ്യൽ സയൻസിലൊക്കെ പറയുന്ന സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാകുന്ന കുടുംബം ചിത്രതയിലാകുന്നു. അതോടുകൂടെ സമൂഹവും നശിക്കുന്നു. സമൂഹം എന്ന് പറയുന്ന ആ ഒരു രീതി തന്നെ ഇല്ലാതായി പോകുന്നു. പിന്നെ ഓരോരുത്തരും ഒറ്റക്കൊമ്പന്മാരാകുന്നു, ഓരോരുത്തരും അരിക്കൊമ്പന്മാരാകുന്നു. അതിൻ്റെ ഫലമായി ആരോടും ബാധ്യതകളില്ല, ആരോടും നന്മ ചെയ്യേണ്ടതില്ല, അവനവൻ്റെ കാര്യം മാത്രം നോക്കി ഈ അന്തർമുഖരാകുന്നൊരു സമൂഹം രൂപപ്പെടുന്നു. ഇതിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ മൊബൈലിൽ നോക്കിയിരുത്തെന്നാണ് ഇപ്പം ഞാൻ പറയണത്. ഇത് നിസ്സാരമല്ല. ചെറിയ കാര്യത്തിന് വേണ്ടി പോലും കുട്ടികളെ ആസ്വദിപ്പിക്കാൻ വേണ്ടി, കുറച്ച് തൽക്കാലത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കരച്ചിൽ നിർത്താൻ വേണ്ടി നമ്മൾ ഫോൺ തുറന്നു കൊടുക്കുന്നതോടുകൂടെ കുട്ടി ഒരു വലിയ ദുശ്ശീലത്തിൻ്റെ ശൃംഖലയിലാണ് അകപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ഹണി ട്രാപ്പുകൾ, സാമ്പത്തികമായ തട്ടിപ്പുകൾ, സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കൽ, ദിവസേന 5-7 മണിക്കൂറിലധികം യുവാക്കൾ സ്ക്രീനുകൾ ചിലവഴിക്കുന്നതായുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നതടക്കം ഒരു ദിവസം 5 മണിക്കൂറൊക്കെ ഇതിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവഴി എന്തൊക്കെ സംഭവിക്കാൻ പോണത്? ഇതുകൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർക്ക്, ഇതിൽ ചെറുപ്പക്കാർ മാത്രമൊന്നുമല്ല കേട്ടോ, വൃദ്ധരും അങ്ങനെയുണ്ട്, വൃദ്ധകളും ഉണ്ട്, എല്ലാവർക്കും ഇതൊരു രസം. കൊറോണയ്ക്ക് മുൻപ് ശേഷം എന്ന രീതിയിൽ ലോകത്തെ 2 ഘട്ടമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സംഭവം. കൊറോണൻ്റെ മുമ്പ് ഊർജ്ജസ്വലരായിരുന്നു, കൊറോണൻ്റെ മുമ്പ് ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. കൊറോണാനന്തരം എല്ലാവരും ഇതിലാണ്. വളരെ ചെറിയ ലക്ഷ്യങ്ങൾ അവർക്കുള്ളൂ. 1 മണിക്കൂർ ഗെയിം കളിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണണം. ഇസ്ലാമികമായി ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സമയത്തിന് ഏറ്റവും കൂടുതൽ മൂല്യം പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. സമയത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് പാടുണ്ട്. അതിലൂടെ മുന്നോട്ട് പോവുക. ദുനിയാവ് പ്രധാനമാണ്, ആഖിറത്ത് അതിലേറെ പ്രധാനമാണ്. ഇത് മനസ്സിലാക്കി. ഈ ഓൺലൈൻ വഴി തന്നെ യുവാക്കൾ തോറ്റുപോകുന്നൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഓൺലൈൻ വഴിയുള്ള ചൂതാട്ടം, അതുവഴിയുള്ള സാമ്പത്തിക ബാധ്യതകൾ. എത്ര ആത്മഹത്യകളാണ് നടക്കുന്നതെന്ന് അറിയാം. ഒരു ജ്യേഷ്ഠനോട് നേരിട്ട് വിശദീകരിച്ചു തന്നു. തൂങ്ങിക്കിടക്കുന്ന അനുജനെ കസാര കയറിയിട്ട് അയാൾ കയറ് വെട്ടിമുറിച്ച് താഴേക്ക് ഇറക്കിയതിനെ കുറിച്ച്. ജീവിച്ചു തുടങ്ങിയിട്ടുള്ള പയ്യൻ 38-40 ലക്ഷം രൂപ കടക്കാരനെ. എങ്ങനെ? ഈ റമ്മി കളിച്ചിട്ട്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതികളെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നല്ലൊരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ആത്മഹത്യയുടെ വക്കിലെത്തി എന്ന് പറഞ്ഞിട്ട് അയാളുടെ അനുജൻ എന്നെ സമീപിച്ചു. തെക്ക് ഭാഗത്തുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് നല്ല പണം ഉണ്ടായിരുന്നു, നല്ല ആഘോഷപൂർണമായ ജീവിതമായിരുന്നു. അയാളെക്കുറിച്ചും അയാളുടെ കുടുംബത്തെക്കുറിച്ചും നാട്ടുകാർക്ക് അസൂയായിരുന്നു. അത്രക്ക് നല്ല പണം വാങ്ങുന്ന ഉദ്യോഗമുള്ള അയാൾ. പക്ഷെ കുറച്ചുകൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഓൺലൈൻ തട്ടിപ്പുകളിൽ അയാൾ കുടുങ്ങിപ്പോയി. അങ്ങനെ അതിലുള്ള ചൂതാട്ടത്തിൽ പെട്ട് അവസാനം ഭാര്യയുടെ സർവ്വാഭരണങ്ങളും കഴിഞ്ഞ് അയാളുടെ വീട് അയാൾ പണയപ്പെടുത്തിയിട്ടും ഇത് കളിച്ച് തോറ്റ് അവസാനം 1.5 കോടിയിലേറെ ബാധ്യത വന്നു. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം എന്തെങ്കിലും ഒരു പാമ്പിനെ പിടിക്കണേ വീഡിയോ കാണാൻ മാത്രമായിട്ടാണ് സമൂഹം ഉപയോഗിക്കുന്നതെന്ന് ഏതെങ്കിലും നിഷ്കുകൾ തെറ്റിദ്ധരിച്ചുവെങ്കിൽ തിരുത്തുക. 1.5 കോടി 2 കോടിയൊക്കെയാണ് കടം വരുന്നത്. പെട്ടെന്നൊരാളിങ്ങനെ സമ്പന്നനായി നടക്കുന്നത് കണ്ടാൽ അപ്പം ആലോചിക്കണം എന്തോ ഒരു തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഓൺലൈൻ ചൂതാട്ടത്തിലൊക്കെ പെട്ടിട്ട് ആത്മഹത്യയിലെത്തുന്നവർ വർദ്ധിച്ചു വരുന്നത്. കുഞ്ഞു തട്ടിപ്പുകൾ വേറുണ്ട്. എങ്ങനെ? ഈ ചെയിൻ ബിസിനസ്സുമായിട്ട് ജനങ്ങളെ വശീകരിക്കാനുള്ള എല്ലാ ഐഡിയ അവർ ചെയ്യും. ബെൻസ് കാറിൽ ക്ലാസ് എടുക്കാൻ വരും, കഴുത്തിൽ അത്യാവശ്യം ഈ വണ്ണത്തിലുള്ള സ്വർണത്തിൻ്റെ ചെയിന് കാണും, ഏറ്റവും വില കൂടി 8-10 ലക്ഷമുള്ള വാച്ച് ഇങ്ങനെ ലൂസാക്കി ഇട്ടിട്ടുണ്ടാവും. ഇടക്കിടക്ക് അവരിതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. എന്തിന്? അതിങ്ങനെ പറയും, ഞാനൊരു മീൻ കച്ചവടക്കാരനായിരുന്നു, സൈക്കിൾ പോലും വാങ്ങാൻ കഴിയാഞ്ഞിട്ട് തലയിൽ കൊട്ടയേറ്റി നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ക്യൂനെറ്റിലെത്തിയത്. ഒറിജിനൽ പേരാണ് കേട്ടോ അത്. അങ്ങനെയാണ് ഞാൻ ഈ ക്യൂനെറ്റിലെത്തിയത്. അവസാനം ഞാനിപ്പോൾ ഈ ലെവലിലേക്ക് എത്തി. കണ്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം എന്നും പറഞ്ഞിട്ട്. നമ്മളാലോചിച്ച് നോക്ക്, ഗൾഫിലൊക്കെ ജോലി ചെയ്ത കാശ് വീട് വയ്ക്കാനും മറ്റും സൂക്ഷിച്ചു വെച്ചത് ഇത്തരം ചൂതാട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്തി മൊത്തം നശിച്ച് ആത്മഹത്യയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. നമ്മൾ ഈ ലോകത്തൊന്നും അല്ല, അതാണ് പ്രശ്നം. എന്തിനോ വേണ്ടി ജീവിക്കുകയാണ്. പണമാണ് അവരുടെ എല്ലാവരുടെയും പൊതുവെയുള്ള ലക്ഷ്യം. പണം നേടാൻ എന്തൊക്കെ കാട്ടണം ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് യുവാക്കൾ നശിച്ചു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇനി കുടുംബം അവൻ അനുവദിക്കാനുള്ള സ്വത്ത് അനുവദിച്ചാലും ഇതിൽ തീരൂല ബാധ്യത. പിന്നെ ടെൻഷൻ വരുമ്പോൾ സ്വാഭാവികമായും സിനിമ അവരെ പഠിപ്പിച്ചത് കള്ളുടിക്കണം എന്നാണ്. ടെൻഷൻ വരുന്ന സമയത്ത് കള്ളുടിക്കണം എന്നാണ് സിനിമ പഠിപ്പിച്ചത്.
അങ്ങനെ കള്ളിൽ തുടങ്ങും. നേരത്തെ നമ്മൾ ഒന്നാമതായി പറഞ്ഞ പോയിന്റിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരും. പിന്നെ ആ കുടുംബം നശിച്ചു, സമൂഹം നശിച്ചു, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പോലും ഇയാളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് നശിച്ചു കൊണ്ടേയിരിക്കും. ഈ ചെയിൻ ബിസിനസ്സിലൊക്കെ ഉള്ളൊരു സംഭവം എന്താണ്? ഒരാൾ പെട്ടാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ കുറേ ആളുകൾ അതിൽ പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ വലിയ പൈസൻ്റെ കളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യൂനെറ്റൊക്കെ. എന്നുവെച്ചാൽ 5000 അല്ലെങ്കിൽ 4500 അല്ലെങ്കിൽ 5500 ഒരാൾ ഒരു നേരം അടക്കേണ്ടത്. അത് ലക്ഷങ്ങളുണ്ട്, പല രീതിയുണ്ട്. അതിൽ 4.5 ലക്ഷം 5 ലക്ഷം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇതിലവർ കണ്ണികളായി ചേർക്കുന്നത് സ്വന്തക്കാരായിരിക്കും. അളിയനെ, അനുജനെ, ഭാര്യൻ്റെ പിതാവിനെ. അതോടുകൂടെ കുടുംബം തകരുന്നു. സഹോദരന്മാർക്കിടയിൽ കൊലപാതകം പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഭർത്താവും ഭാര്യയും വിമോചിതരാകുന്നു, പരസ്പരം തലാഖിലേക്ക് എത്തുന്നു. അതുകൊണ്ട് ഡൈവേഴ്സ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് കുറച്ചൊന്നുമല്ല. യുവാക്കൾക്ക് കാര്യബോധം വരണം എന്നതാണ് നമ്മൾ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ ജീവിതത്തെക്കുറിച്ച് തന്നെ നല്ല ബോധം വേണം. അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കണം. വിവാഹമോചനങ്ങളും ദാമ്പത്യ പരാജയങ്ങളും യുവാക്കളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു അനർത്ഥം. പുതിയ കണക്ക് 20-30 വയസ്സുള്ള ദമ്പതികളിലാണ് കൂടുതൽ കൗൺസിലിംഗ് സെൻ്ററുകളിലേക്ക് എത്തുന്നതും അപ്രകാരം തന്നെ വിവാഹമോചനത്തിനു വേണ്ടി ഫാമിലി കോർട്ടിലേക്ക് എത്തുന്നതും. ജീവിച്ചു തുടങ്ങിയിട്ടല്ലുള്ളൂ. എന്തുകൊണ്ടാണ്? കുറേ പ്രണയത്തിൽ തുടങ്ങുന്ന ബന്ധങ്ങളാണ്. ഈ പ്രണയത്തിൽ കാണുന്ന സന്തോഷമൊന്നും ആയിരിക്കില്ല യഥാർത്ഥ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ. പിന്നെ പരസ്പരം ഒഴിവാക്കാനുള്ള ശ്രമം നടക്കും. ഒരാളതിന് സഹകരിക്കുന്നില്ലെങ്കിൽ പിന്നെ കൊലപാതകം നടക്കും. ആത്മഹത്യ എന്നായിരിക്കും അതിൻ്റെ പേര്. രണ്ടുപേരും അപേക്ഷ കൊടുത്തിട്ട് 1 വർഷത്തിനിടയ്ക്ക് പിരിഞ്ഞിട്ട് അവർ സ്വന്തമായി ജീവിക്കാൻ ശ്രമിക്കും. ഒട്ടുമിക്ക ബന്ധങ്ങളുടെയും ഉള്ളിൽ ഈ പ്രണയം കടന്നു വരുന്നത് കൊണ്ട് നമ്മൾ മതപരമായ വീക്ഷണത്തിൽ പറഞ്ഞാൽ തീരെ പറക്കത്തില്ലാതെ ഹറാമിൽ തന്നെ വളരുന്നതാകയാൽ ഇത് മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രയാസം. അപ്പോൾ തോറ്റുകൊണ്ടിരിക്കും. യുവാക്കളിൽ നല്ലൊരു വിഭാഗം വിഷാദരോഗത്തിലേക്ക് പോകുന്നു എന്നാണ് പുതിയ കണക്കുകളൊക്കെ എൻ്റെ മുന്നിലുണ്ട്. ഞാൻ സമയം കൂടുതൽ എടുക്കുന്നില്ല. ഏറ്റവും സ്നേഹത്തോടു കൂടെ ബന്ധപ്പെടാനാണ് ഖുർആനിൻ്റെ പ്രഖ്യാപനം. സൂറത്ത് നിസാന്റെ 19-ാമത്തെ വാക്യം, വഅശ്റുഹുന്ന ബിൽ മഅറൂഫ്, നന്മയിൽ അവരോട് സഹകരിക്കണം, നന്മയിലായി അവരോടൊപ്പം നിങ്ങൾ കൂടിയാടണം. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് നന്നായി തോന്നുന്ന കാര്യങ്ങളിലേ അവരോട് സഹകരിക്കാൻ പാടുള്ളൂ. തിരുത്തേണ്ടി വരും ചെറിയ രീതിയിൽ. എല്ലാ അലങ്കാരങ്ങളുമായി പുറത്തിറങ്ങുന്ന സ്ത്രീയോട് അത് പാടില്ലെന്ന് പറയേണ്ടി വരും. ഇപ്പൊ ഗവൺമെന്റ് തലത്തിൽ തന്നെ ലിപ്സ്റ്റിക്കിനൊക്കെ എതിരെയുള്ള പ്രചാരണങ്ങൾ വരുന്നുണ്ടല്ലോ. ആ സാധനം സമ്പൂർണമായി നിരോധിക്കുകയാണ് വേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കമ്പനിക്കാരുടെയൊക്കെ കുത്തകകളുടെ സ്വാധീനം കൊണ്ട് അതിനൊന്നും സാധ്യമാവാതെ വരും. പിന്നെ നമ്മുടെയൊക്കെ പരിചയത്തിലുള്ളവരെ എങ്കിലും സംസ്കരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ മക്കളെയെങ്കിലും. നല്ലൊരു അത്യാവശ്യം നല്ല ആചാര്യമായിട്ടുള്ള ഒരാൾ ഈടെ യാദൃച്ഛികമായിട്ട് ടൗണിൽ നിന്ന് തന്നെ പരിചയപ്പെട്ടു. കോഴിക്കോട് പരിചയപ്പെട്ടതിൻ്റെ മുമ്പ് പരിചയം ഉണ്ട്. അയാൾ പുതുക്കാൻ വന്നു. കൂടെ ഉണ്ടൊരു പെൺകുട്ടി. ഇതാരാ ചോദിച്ചപ്പോൾ മോളാന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയത് എന്താണെന്നറിയാമോ? ആ കുട്ടി ഇത്രയൊക്കെ ഷർട്ട് ഇട്ടിട്ടുള്ളൂ. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെയെങ്കിലും ധർമ്മനിഷ്ഠരായി വളർത്താൻ സാധിക്കണില്ല? മദ്രസ പോകുന്ന കാലത്ത് മാത്രമാണ് ഔറത്ത് മറക്കേണ്ടത്, അല്ലെങ്കിൽ മദ്രസക്ക് പോകുമ്പോൾ യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഔറത്ത് മറക്കേണ്ടത്? വേറെ കോഴ്സിലേക്ക് പഠിക്കാൻ പോകുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ ആവണമെന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? നല്ല ആചാര്യരാവുക, സംഘടനാ പ്രവർത്തകനാവുക. എന്നിട്ട് സ്വന്തം കുടുംബത്തിൽ പോലും നന്മ പഠിപ്പിക്കാനോ പറയാനോ പറ്റുന്നില്ലെങ്കിൽ പിതാവെന്ന് പറയുന്നതിന് അർത്ഥമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല പിതാവിൻ്റെ ദൗത്യം. നേരം വെളുക്കോളം അധ്വാനിച്ചിട്ടൊക്കെ ജീവിതം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ പിതാക്കളെ നമുക്കറിയാം. അതുമാത്രമല്ല അവരുടെ ദൗത്യം. മക്കളെ ധർമ്മനിഷ്ഠരായി വളർത്തൽ പിതാവിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ആ തുടക്കം മുതൽ അതൊക്കെ പഠിപ്പിക്കണം എന്ന് പറയണത്.
ഒരു ചെറിയ കുട്ടി വാക്ക് പറയാനുള്ള ക്ഷമം നടത്തുന്ന സമയത്ത് പാട്ട് പഠിപ്പിക്കല്ല വേണ്ടത്, അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കണം, മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കണം. ഈ ആത്മീയമായ വളക്കൂറുള്ള പശ്ചാത്തലത്തിൽ കുട്ടി വളർന്നു വരണം. ഇത് അപ്പോഴേ വേറെന്തെങ്കിലും പഠിപ്പിച്ചു തുടങ്ങും. പാട്ട് പഠിപ്പിക്കും, മെസ്സിനെ പഠിപ്പിക്കും, റൊണാൾഡോനെ പഠിപ്പിക്കും. എന്നിട്ട് കുട്ടികളുടെ വളർച്ച മൊത്തം ഇത്തരം വിഗ്രഹങ്ങളെ മനസ്സ് സ്ഥാപിച്ചിട്ടാകും. വല്ലാതൊന്നും രക്ഷപ്പെടാതെ അവർ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ആത്മീയതയുടെ മാർഗത്തിലേക്ക് ബോധപൂർവം നമ്മുടെ മക്കളെ കൊണ്ടുവരണം. അതിന് രക്ഷിതാക്കൾക്ക് സാധിക്കണം. അഞ്ചാമതായി, മാനസിക സമ്മർദ്ദങ്ങൾ വലിയ രീതിയിൽ ചെറുപ്പക്കാരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ മാനസിക സമ്മർദ്ദങ്ങൾ? നേരത്തെ പറഞ്ഞത് അതിൻ്റെ ഭാഗം തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താണ് ജീവിതം എന്നതിനെ കുറിച്ചൊരു ധാരണയില്ല. അപ്പോൾ അടിച്ചു പൊളിക്കുന്നവരെ മാത്രമാണ് അവർ കാണുന്നത്, അല്ലെങ്കിൽ മാതൃകയാക്കുന്നത്. അടിച്ചു പൊളിക്കുന്നവരെ മാത്രം. അങ്ങനെ വരുമ്പോൾ ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് സ്വയം തീരുമാനിക്കുന്നു. മാന്യമായ വസ്ത്രം, ജീവിക്കാൻ ആവശ്യമായ പാർപ്പിടം, ഭക്ഷണം, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ജീവിതം വിജയിച്ചു. എല്ലാവരും ഒരുപോലെ ആവുക എന്നത് ലോകത്തിൻ്റെ നാശത്തിലേക്കാണ് എത്തിക്കുക. എല്ലാവരും ഡോക്ടർമാരായി, ആശുപത്രി പോലും നടക്കൂല. എല്ലാവരും ഡോക്ടർമാരായി, ആശുപത്രി പോലും നടക്കൂല. ആശുപത്രി ജീവനക്കാരിൽ ഒരു 2-3% മാത്രമാണ് ഡോക്ടർമാർ വേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഡോക്ടർ അല്ലാത്തവരാ വേണ്ടത്. എങ്കിലേ ആശുപത്രി പോലും നടക്കുള്ളൂ. അപ്പൊ എല്ലാവരും ഒരേ സാമ്പത്തികാവസ്ഥ. സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, സാധ്യമല്ല. കമ്മ്യൂണിസം അത് സ്വപ്നം കണ്ടിരുന്നു. 70 വർഷം കഴിഞ്ഞപ്പോഴേക്ക് തകർന്ന് തരിപ്പണായി. ഒരാൾക്കും സ്വകാര്യ സ്വത്തില്ലാതെ എല്ലാം ഗവൺമെന്റിൻ്റെതാവാൻ അവർ കൊതിച്ചിരുന്നു. ഇന്ന് ലോകത്തെ മൊത്തം ബൂർഷകളാവുന്ന മുതലാളിമാരെടുത്താൽ നല്ലൊരു ശതമാനം കൊറിയക്കാരും നല്ലൊരു ശതമാനം ചൈനക്കാരും കമ്മ്യൂണിസം കൊണ്ടുനടക്കുന്നവരാണ്. അതാ ഞാൻ പറഞ്ഞത്, അതൊരു 70 വർഷമായപ്പോൾ നശിച്ചു പോയി. അത് പ്രകൃതിക്ക് വിരുദ്ധമാണ്. അപ്പം നമ്മൾ നമ്മുടെ ജീവിത കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ബോധം വേണം. അപ്പം ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ ജീവിതത്തിൻ്റെ പരുവരുത്ത യാഥാർത്ഥ്യങ്ങൾ അവരെ പഠിപ്പിക്കണം. എല്ലാം ചെയ്തു കൊടുക്കുന്നു, കുട്ടിക്ക് യാതൊരുവിധ ദുഃഖവും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അതല്ല നല്ല പാരൻറ്റിങ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ചുരുങ്ങിയത് അവരവരുടെ കാര്യങ്ങളെങ്കിലും നടത്തിപ്പിന് അവരെ പരിശീലിപ്പിക്കണം. ഒരു 15-16 വയസ്സായ ആൺകുട്ടിയോട് അവൻ്റെ ഡ്രസ്സ് അലക്കാൻ പറയണം. അവൻ കഴിച്ച ഭക്ഷണപാത്രം കഴുകി വെക്കാൻ പറയണം. അവൻ്റെ റൂം വൃത്തിയിൽ സൂക്ഷിക്കാൻ പറയണം. അവൻ രാവിലെ എഴുന്നേറ്റ് ചാടി പോരുന്നു, പുതപ്പും വിരിപ്പും തലയണൊക്കെ ഇങ്ങനെ വല്ല യുദ്ധം കഴിഞ്ഞ രീതിയിൽ അവൻ്റെ ബെഡ്റൂമിലാകെ പരന്ന് കിടക്കുന്നു. ഒരൊറ്റ ദിവസം പോലും സമ്മതിക്കരുത്. കൃത്യമായി അത് മടക്കി വെക്കാനും വൃത്തിയിൽ സൂക്ഷിക്കാനും അവരെ പഠിപ്പിക്കണം. ആവശ്യപ്പെടുന്നതൊക്കെ നൽകുക എന്നുള്ളതല്ല പിതാവിൻ്റെ സ്നേഹം. ചിലത് തിരുത്താൻ കഴിയണം, അത് ചെയ്തുകൂടെന്ന് പറയണം. ആ യാത്ര പാടില്ലെന്ന് പറയണം. നീ എടുക്കാൻ പോകുന്ന ബൈക്ക് ഇപ്പം നമുക്ക് ആവശ്യമില്ലെന്ന് അവനോട് നിർബന്ധം പറയണം. അങ്ങനെ വരുമ്പോൾ അനുഭവിച്ചത് മൊത്തം സന്തോഷം എന്ന രീതിയിൽ നിന്ന് മാറി കുറച്ച് സന്താപവും ദുഃഖമൊക്കെ കുട്ടികൾ അനുഭവിക്കണം. അല്ലെങ്കിൽ എന്താ വിഷയം? ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യും. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ കൗമാരക്കാരുടെ ആത്മഹത്യ. ചെറിയ ചെറിയ കാര്യത്തിന് നമ്മൾ ആലോചിച്ച് നോക്കുക. ലോകകപ്പിൻ്റെ ഫൈനൽ കഴിയട്ടെ, 1, 2, 3 ആത്മഹത്യ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടും. എന്തുകൊണ്ട്? ഒരു ദുഃഖത്തെയും നേരിടാനുള്ള മാനസികമായ പക്വതയിലേക്ക് കുട്ടി എത്തിയില്ല. എല്ലാ സന്തോഷവും നൽകി പിതാവ് മാതാവ് അവനെ വളർത്തിക്കൊണ്ടുവന്നു. അവൻ ദുഃഖിക്കരുത് എന്ന് കരുതിയിട്ട് ഇയാൾ തലച്ചോറ് പണയം വെച്ചിട്ടെങ്കിലും അവൻ്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുത്തു. അവസാനം എന്ത് സംഭവിച്ചു? ജീവിതത്തിൽ നന്മ മാത്രമല്ല തിന്മയുണ്ടെന്നുള്ള ബോധം മാറി. ഏത് പകലിനും അപ്പുറം ഇരുട്ട് വരുന്നുള്ളതിനെ കുറിച്ച് കുട്ടിക്ക് വിചാരിക്കാൻ പറ്റാതെയായി. ചിലപ്പോഴൊക്കെ തോറ്റുപോകും എന്നത് അവന് ഓർക്കാൻ പറ്റാതെയായി. അങ്ങനെ വല്ല അനുഭവം ഉണ്ടായാൽ അപ്പം ആത്മഹത്യയിലേക്ക് എത്തും. അപ്പം ജീവിതത്തെ കൃത്യമായി നമ്മൾ നിർവചിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സഞ്ചരിക്കാൻ അത്യാവശ്യം പറ്റുന്നൊരു വാഹനം,
കേരളത്തിൽ ഇറങ്ങുന്ന ഏത് പുതിയ മോഡൽ വണ്ടിയും എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? വല്ല അർത്ഥമുണ്ടോ? ഒരു കാര്യമില്ല. ചില വീട്ടിലൊക്കെ വല്ല സമ്മേളനം നടക്കുക തോന്നും. കാരണം അവരുടെ വീട്ടിലുള്ള എല്ലാ വണ്ടിയും കൂടി അവിടെ മുറ്റത്ത് നിർത്തിയിടുകയാണെങ്കിൽ ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് തോന്നും. അങ്ങനെ വാഹനാധിക്യം നമുക്ക് വേണം. ഒന്ന്, വീടെന്ന് പറഞ്ഞാൽ എന്താണ്? സുരക്ഷ നൽകുന്ന, താമസിക്കാൻ പറ്റുന്ന ഒരിടം. അതിനപ്പുറം പിരമിഡ് പോലെ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടോ? ഞാൻ ഈടെ ഒരു വീട്ടിൽ പോയി, 2-3 വർഷമായി എന്നെ വിളിക്കുന്നു. അതിൻ്റെ ഫലമായി ഒരു വീട്ടിയപ്പോൾ പോയതാണ്. അപ്പോൾ മതിലൊന്നും നിർമ്മിച്ചിട്ടില്ല, അങ്ങനെ തുറന്നു കിടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു മതിൽ വെട്ടണം, ഇവിടെയൊക്കെ നല്ല നല്ല മരങ്ങൾ വെക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പൈസ ഒന്നുമില്ല, മോളെ കല്യാണം അയക്കണം. പാവം, ഹയറാവട്ടെ എന്നൊക്കെ വേർന്നു ഞാൻ. പക്ഷെ വീട്ടിൻ്റെ അകത്തൊക്കെ കയറിയപ്പോഴാണ് ഓരോ സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ടാവും എന്നറിയാമോ? ലഭ്യമാകുന്ന എല്ലാ അലങ്കാരങ്ങളും ആ വീട്ടിലുണ്ട്. വാസ്തുദേശം എന്തിനാണ്? കൈ കഴുകി പോരാൻ. അത് തെറിക്കാതിരിക്കാൻ പറ്റുന്നൊരു സംവിധാനം വേണം. പക്ഷെ അവിടെ വെച്ചിട്ടുള്ള അലങ്കാരപ്പണികൾ മാത്രം ഒന്ന് വിലയിരുത്തിയാൽ അത് തന്നെ ഉണ്ടാവും നല്ല ലക്ഷത്തിന്. അപ്പം ജീവിതം മൊത്തം എന്തിന് ചെലവഴിച്ചു? ഒരു വീട് വെക്കാൻ. ഈ ബോധത്തിലേക്ക് പലരെയും കണ്ട് നമ്മുടെ മക്കളെത്തുമ്പോൾ തിരുത്താൻ കഴിയണം നമുക്ക്. കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ്റെ ജന്മം മൊത്തം ചെലവഴിക്കുന്നത് എന്തിനാണ്? ഒരു വീട് വെക്കാൻ. വീടൊക്കെ വെച്ച് കുറേ കടക്കായി സന്തോഷത്തിൽ താമസിക്കണം വീട്ടിൽ. പരിശുദ്ധ ഖുർആനിൽ വീടിനെ കുറിച്ച് ഒരു സമയത്ത് പറയണത് മസ്കൻ എന്നാണ്. സക്കന എന്ന് പറഞ്ഞാൽ ആശ്വാസമായി എന്നർത്ഥം. മസ്കൻ എന്ന് പറഞ്ഞാൽ ആശ്വാസം കിട്ടേണ്ട ഇടം, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഇടം. നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു വീടിൽ മേലക്ക് നോക്കി കൊത്തുപണികളും അലങ്കാരങ്ങളും പല ജാതി ആർട്ട് വർക്കുകളൊക്കെ കാണുമ്പോൾ ഒരു രക്ഷിതാവിന് അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉടമസ്ഥന് സമാധാനവും സന്തോഷമായിരിക്കുമോ? അതോ ജപ്തിക്കാരെന്നാ വരിക എന്നുള്ള രീതിയിലുള്ള ആശങ്കയോ? അപ്പം ടെൻഷൻ സ്വയം നമ്മൾ ഏറ്റെടുക്കുകയാണ്. കുറേ നമുക്ക് സമയം നോക്കാൻ വേണമെങ്കിൽ ഒരു വാച്ച് വേണം. അതൊരു 7 ലക്ഷം 8 ലക്ഷത്തിൻ്റെ ഒരു വാച്ച് നമ്മളൊരു സുഹൃത്ത് കെട്ടുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ നല്ലത് കെട്ടണം എന്ന് തീരുമാനിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? 8 ലക്ഷത്തിൻ്റെ വാച്ച് കെട്ടാൻ പറ്റുന്നവൻ കെട്ടട്ടെ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യണ്ട. ആ 8 ലക്ഷത്തിൻ്റെ വാച്ചിനും റോഡ് സൈഡിൽ നിന്ന് 50 രൂപക്ക് നമ്മൾ വാങ്ങുന്ന വാച്ചിലും ഒരേ സമയമാണ് ഉണ്ടാവുക. അയൽവാസിയുടെ കല്യാണം വളരെ ഗംഭീരമായിരുന്നു, അയാളത് നടത്തട്ടെ, എനിക്കതിനൊന്നും പറ്റൂല, കഷ്ടിച്ചൊരു കല്യാണമുള്ളൂ. വീട്ടുകാരെ മൊത്തം പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ പ്ലാന്. അത് പോരാന്നവർ വാശി പിടിക്കുന്നു. കർക്കശമായി തിരുത്താൻ രക്ഷിതാവ് എന്ന രീതിയിൽ നമുക്ക് സാധിക്കണം. കല്യാണം കഴിയുമ്പോഴേക്ക് 8-10 ലക്ഷം രൂപ കടം വരെ ഈ അഹങ്കാരത്തിന് മാത്രം. സ്വർണം വാങ്ങുന്നതാണെങ്കിൽ നമ്മുടെ മകൾക്കൊരു ഇൻവെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ അവരുടെ ജീവിതത്തെ തന്നെ കൈപിടിച്ചുയർത്താൻ ചിലപ്പോൾ ആഭരണങ്ങൾ കൊണ്ട് സാധിച്ചേക്കും. ഇതല്ല, 4 ദിവസം രാത്രി കല്യാണം നടത്താൻ വേണ്ടി പൊടിച്ച കണക്കാണ് ഞാനീ പറഞ്ഞത്. സന്തോഷത്തിൽ മോളെ ഇറക്കുന്ന സമയത്ത് പുറത്ത് സന്തോഷം കാട്ടുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കൂടിക്കിടക്കുന്ന കടത്തെക്കുറിച്ചുള്ള ആശങ്ക വരുന്ന പിതാവ്, അയാൾക്ക് എന്താണ് മാനസികമായിട്ട് സന്തോഷം കിട്ടുക? അപ്പൊ ജീവിതത്തെ യഥാവിധി മനസ്സിലാക്കാതെ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലത്തെക്കുറിച്ച് നമുക്കറിയാം. അവിടുന്ന് പറഞ്ഞു, ആവശ്യങ്ങളുടെ ഉപയോഗം, ആവശ്യത്തിനുള്ള ഉപയോഗം, അതുവഴിയാണ് നമ്മുടെ ജീവിതം വേണ്ടത് എന്ന് പല ഹദീസുകളിലൂടെ അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് മനോഹരമായി ലളിതമായൊരു വീട്ടിൽ അവർക്ക് കടന്നുറങ്ങാൻ പറ്റിയത്. നുബുവത്തിൻ്റെ ഭവനത്തിൽ പലപ്പോഴും അടുപ്പ് പുകഞ്ഞില്ലെന്ന് മഹദിയ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ഞങ്ങളുടെ ജീവിതത്തെ നിലനിർത്തിയത് ഏതാനും കാരക്കകളും പച്ചവെള്ളമായിരുന്നു എന്ന് മഹദി വിശദീകരിക്കുന്നുണ്ട്. ഏതാനും കാരക്കയും പച്ചവെള്ളവും. അത് സുലഭമായിട്ട് തിന്നാണ്ടോ? ഇല്ലേ. നന്നായിട്ട് വെള്ളം കുടിക്കാനുണ്ടോ? അതുമില്ല. നല്ല കാരക്കെന്നാ പോരെ 4 കിലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. 2-3 ചീളൊക്കെ ആയിരിക്കും അവരന്ന് ഓഹരി വെച്ച് കഴിക്കുന്നത്. അതിൻ്റെയൊക്കെ ശേഷം പ്രതാപത്തിലേക്ക് എത്തി.
ദുനിയാവിൻ്റെ സന്തോഷങ്ങളൊന്നും സ്വീകരിച്ചാൽ ആഖിറം പരാജയപ്പെടുമെന്ന് പരിശുദ്ധ മതം ഒരിക്കലും പറയണമെന്നില്ല. ചില ദർശനങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, നമുക്കറിയാമല്ലോ. കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനെ ജീവിച്ച് തീരണം, അങ്ങനെ ചില മതങ്ങൾ കാണാം നമുക്ക്. എന്തിന്? കൊടുന്തടുത്ത ഉത്തരേന്ത്യയിൽ എല്ലു തുളക്കുന്ന തണുപ്പ് വരുമ്പോൾ പോലും ഒരു കുപ്പായിട്ടൂട മോചനത്തിന് മോശത്തിന് എന്ന് സിദ്ധാന്തിക്കുന്ന ചില സംഘങ്ങളുണ്ട്. അതൊന്നും പരിശുദ്ധ ഇസ്ലാം പറയണില്ലേ. എന്നല്ല ബ്രഹ്മചര്യം, സന്യാസം പോലെയുള്ള സംഗതികളെ ശക്തമായി മതം വിരോധിക്കുന്നു. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ദുന്യാവിന് വേണ്ടി മാത്രം ഒരു ജീവിതം എന്ന് വന്നാൽ, മഹാനായ മൊയ്തീൻ ഷേഖ് തങ്ങളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വാക്യമുണ്ട്. ദുന്യാവിനെ നിന്റെ കയ്യിലാക്കാം, പണം വേണേൽ നിന്റെ പോക്കറ്റിലിട്ടോളൂ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ചോളൂ, പക്ഷെ കൽബിലേക്ക് പണം വരരുത്. പണം വെക്കേണ്ടത് പോക്കറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലോക്കർ കൊണ്ടുവച്ചോ, അല്ലെങ്കിൽ സെൽഫിൽ നന്നായിട്ട് സൂക്ഷിച്ചു വെച്ചോ. എന്ന് വെച്ചാൽ ആവശ്യത്തിന് പണം ഉപയോഗിക്കണം, അതിനുവേണ്ടി പണം സ്വരൂക്കൂട്ടുകയും വേണം. പക്ഷെ മനസ്സിൽ പണം വെച്ചുള്ള വിഷയം പണം 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 എന്നുള്ളതാവും ജീവിതം. അഹങ്കാരം അലങ്കാരം എന്നതാവും നമ്മുടെ ചിന്ത. അങ്ങനെ വരുമ്പോൾ തോറ്റും, മാനസികമായി വലിയ സമ്മർദ്ദം വരും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈയിടെ ഒരു കണക്കെടുപ്പിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിമാരിൽ പെടുന്ന ഒരാൾ തോക്കെടുത്തിട്ട് സ്വയം വെടിവെക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചു പോയാൽ ഇനി അയാളെ കയ്യിൽ വല്ല അപാകങ്ങൾ സംഭവിച്ചു എന്ന് തന്നെ സങ്കല്പിക്കുക. അതിനൊക്കെ പരിഹാരങ്ങളില്ലേ? ചിലപ്പോൾ ടാക്സ് അടക്കേണ്ടി വരും, ചിലപ്പോൾ കോടതിയിൽ പോവേണ്ടി വരും. ജീവിതത്തിൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചു വന്ന സന്തോഷത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് ജീവിത നൈരാശ്യം കൊണ്ട് ആത്മഹത്യയെ തിരഞ്ഞെടുക്കുന്നവർ ചില്ലറക്കാരും സാധാരണക്കാരൊന്നുമല്ല. അവരാണ് ഭേദം എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ പ്രധാന പണക്കാരിൽ പെടുന്ന ഒരാൾ, ഇന്ത്യയിൽ ഉടനീളവും വിദേശത്തും ബിസിനസ് ശൃംഖലകൾ നിരവധിയുള്ള ഒരാൾ, കോടാനക്കോടി ആസ്തിയുള്ളയാൾ, ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കാൻ വരുന്നു. അതൊക്കെ സ്വാഭാവികമായിരിക്കും. ആ ഒരു ചെറിയ പ്രഷറിനെ അതിജീവിക്കാൻ മൂപ്പർക്ക് പറ്റണില്ല. അയാൾ പിസ്റ്റൾ എടുക്കുന്നു, സ്വന്തമായി തലക്ക് വെടിവെക്കുന്നു. ഇങ്ങനെ തീർക്കേണ്ടതാണോ ജീവിതം? ഇതാണ് കേരളക്കാരൻ പ്രത്യേകിച്ചും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദം. പ്രണയം കൊണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട്. അനശ്വരതയുടെ പ്രണയ നായകനെ കുറിച്ച് നമുക്കറിയാം. അറബി കവിതയിലെ ഉമ്രുൽ ഖൈസ്. അയാൾ ഭ്രാന്തനായി. എന്തുകൊണ്ട്? മാനസികമായി അയാൾ തോറ്റു തൊപ്പിയിട്ടു. എന്തുകൊണ്ട്? പ്രണയം മൂത്തിട്ട്. ഈ ലൈല വലിയ മനോഹരിയൊന്നും അല്ലായിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ. അതാണ് ഏറ്റവും വലിയ കൗതുകം. ജീവിതം ഭ്രാന്ത് പിടിച്ച് നശിപ്പിച്ച മനുഷ്യൻ പ്രണയിച്ച അയാളുടെ പ്രയസ് അത്ര മനോഹരിയൊന്നും അല്ലായിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ. ആ ലൈലയെ ഒരു രാജാവ് കെട്ടിക്കൊണ്ടുപോയിട്ട് എവിടെയാണെന്നറിയാത്ത ലൈലയെ തേടി ലൈലാന്നും പറഞ്ഞിട്ട് ഇമ്രുൽ ഖൈസ് സഞ്ചരിച്ചു എന്നാണ്. അവസാന രാജാവിൻ്റെ കൊട്ടാരം അയാൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. ആ കൊട്ടാരത്തിൻ്റെ ചുറ്റുമതിൽ അടിച്ചുകൊണ്ട് ലൈല ലൈല ലൈലാന്നും പറഞ്ഞിട്ട് അയാൾ ജീവിതാന്ത്യം വരെ തീർത്തു എന്നാണ്. എന്ത് നേടി? എന്ത് നേടി? ഈയിടെ നമ്മൾ കേട്ടിട്ടുണ്ട്, കൂട്ടുകാരിയുടെ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു. കൂട്ടുകാരി എന്നൊക്കെ മനോഹരമായിട്ട് പറയാണ്. അഫയറിൻ്റെ വീട്ടിലെത്തുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു. അവൾ ബാത്റൂമിൽ പോയിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ ഇവളുടെ തന്നെ ഷാളിൽ കെട്ടിത്തൂങ്ങി ആടുന്നു. ഇതാണോ മനോഹരമായൊരു ജീവിതം? ഇങ്ങനെയാണോ ഇത് അവസാനിക്കേണ്ടത്, തീർക്കേണ്ടത്? നമ്മളറിയുന്ന പരിചയത്തിലുള്ള ബന്ധുക്കളിലുള്ള കുട്ടികളുടെയൊക്കെ മനസ്സിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ, കുറേ ഗവൺമെൻറ് വരുത്തുന്ന സമ്മർദ്ദം. ഇപ്പം നീറ്റ് പരീക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എത്ര ആത്മഹത്യയാണ്. നീറ്റ് പരീക്ഷ ഇന്നും ആത്മഹത്യ എന്ന് പത്രത്തിൽ കോളം തുടങ്ങാൻ മാത്രമേ. നീറ്റ് പരീക്ഷയുടെ ആത്മഹത്യകൾ എന്ന് പറഞ്ഞ സ്പെഷ്യൽ കോളം. കെടുകാര്യസ്ഥത കൊണ്ട് അത് മാറ്റി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതുവരെ 1 വർഷം 2 വർഷം കുത്തിയിരുന്ന് പഠിച്ചവരുടെ പഠനം, അധ്വാനം, കൊടുത്ത ഫീസ് ഒക്കെ ഒരൊറ്റ
തീരുമാനത്തോടുകൂടെ ആ പരീക്ഷ പുനഃപരീക്ഷ നടത്തണം എന്നുള്ള തീരുമാനത്തോടുകൂടെ ഇല്ലാതെയാവുന്നു. തുരുതുരാ മരിച്ചുകൊണ്ടിരിക്കുക. നോട്ട് നിരോധനം വന്നു. 500ഓളം ആളുകൾ ഇന്ത്യയിൽ മരിച്ചു എന്നാണ്. ആത്മഹത്യയും വരി നിന്നിട്ട് വീണതും. അത് പിന്നെ നമുക്ക് മാറ്റിവെക്കാം. എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടാകുമ്പോഴേക്ക് ജീവിതം നശിപ്പിക്കുന്ന ഭ്രാന്താവുന്നൊരു തലത്തിലേക്ക് യുവത മാറുന്നു. മാനസിക സമ്മർദ്ദങ്ങൾ കുറേ അവർ വരിക്കുന്നതാണ്. നല്ല വാഹനത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം, നല്ല ജീവിതത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം. ഈ നല്ലത് വേണ്ട എന്നല്ല പറയണത്, പക്ഷെ അവർ നല്ലത് എന്ന് സങ്കല്പിക്കുന്ന ശരിക്കും ബാധ്യത വരുന്നൊരു ജീവിതം. വാഹനം, വീട്, വസ്ത്രം, ഡ്രസ്സ്, ഫോൺ. ഒന്നോ എത്രയോ അധ്വാനിച്ചുകൊണ്ടിരിക്കുക ചില കുട്ടികൾ. ഈ ലീവിനൊക്കെ 2 മാസം സ്കൂൾ ലീവിന് കല്ല് ചുമക്കാൻ പോവുക. എന്തിനാണ്? ഒരു ഐഫോൺ വാങ്ങണം. ഐഫോൺ അല്ലാത്ത ഫോണിൽ വിളിച്ചാൽ ഫോൺ അവിടെ കിട്ടൂലേ? കിട്ടും. പിന്നെ ഐഫോണിൻ്റെ പ്രത്യേകത എന്താണ്? കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, എന്തിനാ ഫീച്ചേഴ്സ്? ഞാൻ പറഞ്ഞില്ല 5 മണിക്കൂർ ഡെയിലി തളഞ്ഞു നിൽക്കാൻ, 5-6 മണിക്കൂർ ഡെയിലി തോണ്ടിക്കളിക്കാൻ. അപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഏറ്റവും പുതിയ ഫോൺ വന്നു. എന്നാൽ ഇനി അത് നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു പറ്റും എന്നതാണ് വിചാരം. നമ്മുടെ ചെറുപ്പക്കാരെ തോൽപ്പിക്കുന്ന മറ്റൊരു സംഗതി തൊഴിലില്ലായ്മയും ലക്ഷ്യമില്ലാത്ത കരിയർ പ്ലാനിങ്ങുമാണ്. അതിന് കുറേ ഗവൺമെൻറ്റൊക്കെ ഉത്തരവാദികളാണ്. കുറേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റ് കോളർ ജോലിയേ ചെയ്യുള്ളൂ എന്നുള്ള തീരുമാനമാണ്. വെറുതെ നടക്കുക. സർവ്വ മാഗസിനിലും വരുന്ന ഈ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ജീവിതം ഇവിടെ അയച്ചുകൊണ്ടിരിക്കുക. ഇൻ്റർവ്യൂവിന് വിളിക്കുന്നും പറഞ്ഞ് നടക്കുക. ഓതി പഠിക്കാതെ എൽമുട്ടെന്ന് വിചാരിക്കുന്നവരെ കുറിച്ച് മൗന ഖസാലി ഇഹ്യാലുമുദ്ദീനിൽ ഒരു ഉപമ പറയുന്നുണ്ട്. നിധി കിട്ടുന്നെഴുതിയിട്ട് ജോലി ചെയ്യാത്തവനെ പോലെ. കുറേ ആളുകൾ ജോലി ഇല്ലാതുണ്ട്. 14,000-ഓളം ഡോക്ടർമാരുണ്ട് കേരളത്തിൽ. 47-48,000-ഓളം എഞ്ചിനീയർമാരുണ്ട്. അന്തമുട്ട് പറയണമൊന്നുമല്ല, ഏറ്റവും പുതിയ കണക്കാണത്. ചിലപ്പോൾ ഒന്ന് മാറേണ്ടി വരും. ജോലിയായിട്ട് ആൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതിയിട്ട് നിൽക്കുന്നതിന് പകരം ഒന്ന് പുറത്തിറങ്ങേണ്ടി വരും. വൈറ്റ് കോളർ ജോലിക്ക് അപ്പുറമുള്ള ജോലികൾക്കും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഡ്രൈവിങ്ങിന് അതിൻ്റെതായ പ്രാധാന്യമില്ലേ? ജീവൻ രക്ഷിക്കുന്ന ആംബുലൻസിൻ്റെ ഡ്രൈവറല്ലേ? വലിയ വലിയ ഉസ്താദുമാരെ കോളേജുകളിലേക്ക് എത്തിക്കുന്നത് അവരുടെ ഡ്രൈവർമാരായിരിക്കില്ലേ? അടിച്ചു വരുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രാധാന്യമല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ അധ്വാനം കൊണ്ടാണ് നമ്മൾ ക്ലീൻ സിറ്റി എന്നും പറഞ്ഞ് പരസ്യം കൊടുക്കുന്നത്. നമുക്ക് മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയുന്നത്. ഓരോ ജോലിക്കും അതിൻ്റെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി ജീവിതം എങ്ങനെയാവണമെന്ന് കൃത്യമായി ഒരു ലക്ഷ്യം നിർണയിച്ച്, ഞാൻ പഠിച്ചിട്ടുണ്ട് ഇങ്ങനൊരു തൊഴിൽ, അത് കിട്ടണം എന്നും പറഞ്ഞ് നടന്ന് അതിനുവേണ്ടി മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് യുവാക്കൾ മാറണം. മനുഷ്യൻ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും. ഖുർആൻ പറയുന്നുണ്ടല്ലോ, അലൈസലിൽ ഇൻസാനില്ല മാസഅ. ആ പ്രതിഫലം നമ്മുടെ ജീവിതത്തിന് പറ്റും വിധത്തിലുള്ള എന്തെങ്കിലും ഒന്നാക്കുക. നമ്മൾ ഉദ്ദേശിച്ചതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഉദ്ദേശിച്ച ആ ജോലിയിലേക്ക് 1-ാം ടൈമിൽ തന്നെ കയറിയില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. നമുക്ക് ആശ്വാസം നൽകേണ്ടത് ശരിക്കാരാണ്? നമ്മുടെ കുടുംബം. അത്ര ആത്മാർത്ഥത ആർക്കും ഉണ്ടാവില്ല. എത്ര നല്ല സുഹൃത്താണെങ്കിൽ പോലും അവൻ ചിലപ്പോൾ ചില ദുഷ്ടലാക്കോടുകൂടെയായിരിക്കും സൗഹൃദം തുടരണത്. പക്ഷെ ഉമ്മക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, സഹോദരിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പ്രത്യേകിച്ച് ആത്മീയമായൊരു ഫാമിലിയിൽ വളർന്നു വന്നവർക്ക്. ഇന്നത്തെ കാര്യം എന്താണ്? ഫാമിലിയുമായിട്ടുള്ള ബന്ധം പറ്റയില്ലാതെയാകുന്നു. മാതാപിതാക്കളെ പരിഗണിക്കാത്ത സമൂഹം വളർന്നു വരുന്നു. ഇപ്പോൾ പല സമൂഹത്തിനും വലിയ ഭീഷണിയാണ്. കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടും പഠിപ്പിക്കും. നഴ്സിംഗൊക്കെ കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലേക്ക് അങ്ങോട്ട് പോകും. പിന്നെ 7 വർഷം 8 വർഷം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ഒന്ന് വന്ന് നോക്കും. പല യൂറോപ്യൻ നാടുകളിലും ആള് കുറവായതുകൊണ്ട് അവർ വേഗം പൗരത്വം കൊടുക്കും. പിന്നെ അവിടെ തന്നെ സെറ്റിലാവും. വാപ്പയും ഉമ്മയും പ്രധാനമായും ഈ ക്രൈസ്തവ ഫാമിലിയിലൊക്കെ നമ്മളത് കാണാം. അവർ കഠിനമായി അധ്വാനിച്ച് മക്കളെ പഠിപ്പിക്കും. ജോലിയും കിട്ടിയിട്ട് അവർ യൂറോപ്പിലേക്കാണ് പോകും. അതിനുശേഷം ഒരു ബന്ധം ഉണ്ടാവില്ല. ഇവിടെ ടെൻഷൻ അടിച്ച് കഴിയാൻ വൃദ്ധരായ മാതാപിതാക്കൾ നിർബന്ധിതരാകുന്നു. കുടുംബവുമായുള്ള ബന്ധം മനുഷ്യന് ഏറ്റവും ആശ്വാസം നൽകുന്നതാണ്. വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് സ്നേഹസമ്പന്നയായ ഭാര്യ സ്വീകരിക്കാൻ വരുമ്പോൾ പകുതി ടെൻഷൻ അപ്പം തീരും.
പിന്നെ വീട്ടിലേക്ക് കയറിയിട്ട് നമ്മുടെ മക്കളോടൊക്കെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നോക്കും, നിങ്ങളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മളിങ്ങനെ ഒരു വികാര തള്ളിച്ചയിലായിരിക്കും. പെട്ടെന്ന് വീട്ടിലെത്തണം. നമ്മളോട് ഏറ്റവും സൗഹൃദം കാണിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ പോലും അവിടെ നമ്മൾ നിർബന്ധമായി 1-2 ദിവസമൊക്കെ താമസിച്ചു നോക്കുക. നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് പ്രത്യേകമായ ഒരു ആസ്വാദനം ഉണ്ടാവും, ഒരാശ്വാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഖുർആൻ ഒരിടത്ത് മസ്കൻ എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബവുമായുള്ള ബന്ധം, മക്കളുമായുള്ള ബന്ധം അത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചു, സ്വന്തം മക്കളോട് ഒരു ലോകം ഉണ്ടാവില്ല, പുറമെ വലിയ സോഷ്യൽ വർക്കർ ആയിരിക്കും. ഭാര്യയോട് സ്നേഹസമ്പന്നമായ ഒരു വർത്താനം ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഒരു പുറലോകത്ത് വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കും. ജനങ്ങൾക്ക് വലിയ പ്രഭാഷണമൊക്കെ നടത്തിയിട്ട് കുടുംബബന്ധം പറയുന്ന ആളായിരിക്കും. പക്ഷെ ഭാര്യയോട് സ്നേഹപൂർവ്വം പെരുമാറുന്നതിൽ വളരെയേറെ വീഴ്ച വരുത്തുന്നുണ്ടാവും. ഞാനും എൻ്റെ ഒരു 12 ഫ്രണ്ട്സും വരുന്നുണ്ട്, നീ നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കട്ടോ എന്നും പറഞ്ഞിട്ട് ഫോൺ വിളിക്കും രാത്രി 11:30. അതുവരെയുള്ള വർക്കൊക്കെ കഴിഞ്ഞ് ആ സാധു സ്ത്രീ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ, അപ്പൊക്കെ കോള് വരും. ഇദ്ദേഹം പരിപാടി കഴിഞ്ഞ് വരുന്നത് അവിടുന്ന് അറിയാം. എങ്ങനെയാണ് ഭാര്യയോട് നല്ല നിലയ്ക്ക് ഡീലിംഗ് എന്ന് ക്ലാസ് എടുത്തിട്ടായിരിക്കും. ഇതൊന്നുമല്ല കുടുംബ ബന്ധം. എല്ലാ സല്ലാപങ്ങളിലും സന്താപങ്ങളിലും സന്തോഷങ്ങളിലും ആനന്ദങ്ങളിലും കൂടിയാടുക. സന്തോഷത്തിൻ്റെ സമയത്ത് ആഘോഷിക്കേണ്ടി വരും, വല്ല വിഷമം ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊപ്പം നിൽക്കേണ്ടി വരും, ആശുപത്രിയിൽ കൂട്ടുപോവേണ്ടി വരും, ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയേണ്ടി വരും. തോൽപ്പിക്കരുത്, മരണപ്പെട്ടാൽ പോകേണ്ടി വരും. വല്ല മാതാവും പിതാവൊക്കെ മരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ കുറവുണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ടി വരും. ആ മക്കളന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. കുടുംബത്തിനോടുള്ള ബന്ധം ഈ പാശ്ചാത്യൻ രീതിയിലേക്ക് എത്തുമ്പോൾ കേരളത്തിലും യുവാക്കൾക്കും യുവതികൾക്കും വലിയ ടെൻഷൻ വരുന്നു, അഭയമില്ലാതെ വരുന്നു. അത് കാരണം അവർ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പോകുന്നു. സുഖലോലുപതയും ധൂർത്തുമാണ് മറ്റൊരു പ്രശ്നം. ഇതിൽ ഭ്രമമുണ്ടാക്കാനുള്ള പരസ്യങ്ങളും ജീവിത സാഹചര്യങ്ങളാണ് കേരളത്തിലുടനീളം. ജ്വല്ലറിക്കാരുടെ പരസ്യം വരും, ആഭരണമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലോ ആഭരണം അങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം, നിങ്ങൾ ഇവിടെ ഒന്ന് പണയം വെച്ചോളൂ ഇന്ന് വേറൊരാളുടെ പരസ്യം. രണ്ടും പറയുന്നത് ഒരേ സിനിമക്കാരൻ. പണയൊക്കെ വെച്ചിട്ടോ, പണം അങ്ങനെ കയ്യിൽ വെറുതെ ഇരുന്നിട്ട് എന്ത് കാര്യം, വൈകിട്ട് എന്താ പരിപാടി എന്ന് മദ്യക്കാരൻ വന്ന് ചോദിക്കുക. ഈ ചക്രം അങ്ങനെ തിരിയാ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ കർക്കിടക മാസത്തിലാണ് തോന്നുന്നത് അക്ഷരതൃതീയ എന്ന് പറഞ്ഞൊരു സാധനം വരും. ഹൈന്ദവ ആഘോഷത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അങ്ങനൊന്നും ബേസിക്കലി ഇല്ല എന്നുള്ള ചില പഠനങ്ങൾ കാണുന്നു. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട. സ്വർണ്ണക്കച്ചവടത്തിൽ മാത്രമായിരുന്നു ആദ്യകാലത്ത് ഈ സാധനം കേരളത്തിലൊക്കെ വന്നപ്പോൾ ഈ അക്ഷരതൃതീയ. അന്ന് വാങ്ങിയാൽ വലിയ അനുഗ്രഹം കിട്ടും, വലിയ ഗുണം കിട്ടും എന്നാണ് വിശ്വാസം. വിശ്വാസത്തെ ചോദ്യം ചെയ്യല്ല ഞാൻ. പക്ഷെ പിന്നീട് ടെക്സ്റ്റൈൽസിലേക്ക് വന്നു, പിന്നീട് പല ഇതിലേക്കും വന്നു, പിന്നീട് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് വന്നു, പിന്നെ ഇലക്ട്രോണിക്സ് കടകളിലേക്ക് വന്നു. അക്ഷരതൃതീയ എന്നും പറഞ്ഞിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും മേടിച്ചിരിക്കണം എന്ന ബോധത്തിലേക്ക് ഒരു വലിയ വിഭാഗം ജനങ്ങളെ മാറ്റിയെടുക്കാൻ ഇത്തരം മുതലാളിമാർക്ക് സാധിച്ചു. അതുകൊണ്ട് മിക്സി ഉണ്ട് വീട്ടിൽ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് അക്ഷരതൃതീയാണ്, നമുക്ക് പുതിയതൊന്ന് വാങ്ങാം. നല്ല കാറുണ്ട്, നമുക്കിന്ന് പുതിയതൊന്ന് ബുക്ക് ചെയ്യാം. നല്ല ആഭരണം ആവശ്യത്തിന് അധികം ഉണ്ട്, പക്ഷെ ഇന്ന് അക്ഷരതൃതീയാണ്, എന്തായാലും എല്ലാവർക്കും ഈ 2 പവൻ മേടിക്കാം. അങ്ങനെ നമ്മളെ കുരങ്ങ് കളിപ്പിക്കുന്ന പലരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായി മനുഷ്യൻ തോറ്റുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ജീവിതത്തെക്കുറിച്ച് വലിയ പക്വതൊന്നുമില്ലാത്ത യുവാക്കൾ ഇതിൽ പെട്ടുപോകുന്നു. അപ്പം നമ്മൾ എന്ത് വാങ്ങണം? നമുക്ക് ആവശ്യമുള്ളത് മേടിച്ചിരിക്കണം, അനാവശ്യമായതോ മേടിച്ചാൽ മാത്രമല്ല വെറുതെ കിട്ടിയാൽ പോലും സ്വീകരിക്കാതിരിക്കണം. കാരണം അതുകൊണ്ട് അനർത്ഥങ്ങളുണ്ടാകും. ഈ സാധനങ്ങളൊക്കെ പാടെ എവിടെ വെക്കുക? ഇതിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കുറേ സാധനങ്ങളില്ലേ, ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ ഉപയോഗശൂന്യമായ 8ഉം 10ഉം മൊബൈൽ ചാർജറുകൾ. ഇതെന്തൊരു ബാധ്യതയാണ്. പണ്ടത്തെ CD-കൾ, ആ CD-യുടെ പൊടികളിലൊക്കെ മാരകമായ വിഷപദാർത്ഥങ്ങൾ. പണ്ടത്തെ കുറേ പഴയ സാധനങ്ങൾ വെറുതെ ഇരിക്കണില്ലേ, അതിൽ നിന്നൊക്കെ പ്രത്യേകമായി ചില വാതകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കാണാൻ കഴിയില്ല. അപ്പോൾ വെറുതെ കിട്ടിയാൽ പോലും വാങ്ങാൻ പാടില്ലാത്തതാണ് ഇത്തരം സംഗതികൾ. ആവശ്യത്തിനുണ്ടോ അവിടെ നിർത്തണം.
അപ്പം ഈ ധൂർത്തും പുതിയ കാലത്തെ ഈ വിപണന തന്ത്രങ്ങളൊക്കെ കൂടെയായിട്ട് മനുഷ്യർ തോറ്റുപോകുന്നു. പിന്നെ മോശം കൂട്ടുകെട്ടുകളുടെയും അധൂലോക സ്വാധീനങ്ങളും, ഞാനത് പറയണ്ടല്ലോ, നമ്മൾ ഇതുവരെ പറഞ്ഞിടത്തൊക്കെ അതുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് നല്ലവരാവണമെന്ന് പല ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ-ഇസ്രാഇന്റെ 27-28 വാക്യങ്ങളിൽ കൂട്ടുകാരൻ പഴപ്പിച്ച കാരണത്താൽ 2 കൈയും കടിച്ചിട്ട് വിഷാദിക്കുന്ന മാശറയിൽ തോറ്റുപോകുന്നൊരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലൈതനി ലമ്മത്തഖദ് ഫുലാനൻ ഖലീല, ഇന്നയാളെ കൂട്ടുകാരനാക്കി വെക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. കൂട്ടുകാരൻ വഴി എല്ലാ ദുശ്ശീലങ്ങളും വരും. ഈ ദുശ്ശീലം എന്നൊക്കെ പറഞ്ഞാൽ രോഗമാണ്. രോഗം ആരോഗ്യമുള്ള ആളുകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കും. ഒരു 10 കഞ്ചാവ് വലിക്കാരുടെ ഇടയിലേക്ക് തീരെ ഒരു ബീഡി പോലും ഇതുവരെ ജീവിതത്തിൽ സ്പർശിക്കാത്ത ഒരാൾ വന്നാൽ 2 ദിവസം കൊണ്ട് ചിലപ്പോൾ മൂപ്പരും വലി തുടങ്ങും. എന്നാൽ ഇയാളുടെ ആരോഗ്യം അവരിലേക്കൊക്കെ പകർന്നിട്ട് അവരത് നിൽക്കും. സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരാരാവണമെന്ന് നമ്മൾ സ്വയം ആലോചിക്കുക. നമ്മുടെ മക്കളുടെയും ചെറുപ്പക്കാരുടെയും കൂട്ടുകാരാരാണെന്ന് രക്ഷിതാക്കളും ആലോചിക്കുക. ഇവിടെ വെച്ചിട്ടാണ് ദുശ്ശീലങ്ങളെല്ലാം പരന്നുകൊണ്ടിരിക്കുന്നത്, പടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ, കേരളത്തിലുള്ള കൊലപാതകങ്ങളുടെ കഥകളെടുത്താൽ, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കഥകളെടുത്താൽ, ക്രിമിനലുകളുടെ കഥകളെടുത്താൽ, ഇതൊക്കെ സൗഹൃദം കൊണ്ട് പറ്റിപ്പോണതാണ് പലതും. ഒരാൾക്കൊരു ഗ്യാങ് രൂപീകരിക്കണം, അവനവൻ്റെ അടുത്ത കൂട്ടുകാരനെ അതിന് വിളിക്കുന്നു. പലപ്പോഴും കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള പകയും അക്രമങ്ങളും നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പണ്ട് മുംബൈയിലൊക്കെ അതുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഒരു കൂട്ടായി മാറുന്നത്? ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ്റെ സുഹൃത്ത് അതിൽ കൂടുന്നു, പിന്നെ അവൻ അവൻ്റെ സുഹൃത്തിനെ കൊണ്ടുവരുന്നു, അങ്ങനെ അതൊരു ഗ്യാങ് ആയിട്ട് രൂപപ്പെടുന്നു. അപ്പോൾ കൂട്ടുകാർ വഴിയുള്ള പരാജയത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുക. ഞാൻ ആയത്തിലേക്കും ഹദീസിലേക്കും കൂടുതൽ കിടക്കുന്നില്ല. ഇത്തരം എല്ലാ ധാർമ്മിക ച്യുതിയുടെയും അടിസ്ഥാന കാരണം എന്താണ്? അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും സ്രഷ്ടാവിനെ കുറിച്ചുള്ള ബോധമില്ലാതാവുക എന്നുള്ളത്. അതില്ലാതാക്കാനുള്ള വ്യാപകമായ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ അവരുടേത് ഏറ്റവും ഗതികെട്ട, ഏറ്റവും ദുരന്തം പിടിച്ച ഒരു വിശ്വാസമായതുകൊണ്ട് അവർ കരുതിയ രീതിയിലേക്ക് അത് സമൂഹത്തെ സ്വാധീനിക്കാനൊന്നും പറ്റണില്ല. പണ്ട് മുതൽ തന്നെ മതമായിട്ട് ബന്ധമില്ലാത്ത മതപ്പേരിലുള്ള ചില ആളുകളൊക്കെ അവർക്ക് ആകർഷിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് എക്സും വൈയും ഡബ്ല്യുവും മുസ്ലിമും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ശരിക്കും 2009 നാസ്തികനായ ദൈവം എന്ന രീതിയിൽ ഒരു പുസ്തകം കേരളത്തിലേക്ക് വരുന്നത്. റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന യുക്തിവാദികളുടെ വലിയ നേതാവിൻ്റെ ദി ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകം ട്രാൻസ്ലേഷൻ ചെയ്ത് രവിചന്ദ്രൻ സി എന്ന് പറയുന്ന ഇന്നത്തെ നാസ്തിക മോർച്ചക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ആ പുസ്തകം കേരളത്തിലേക്ക് ഇറക്കിയത്. അതിൻ്റെ പ്രചാരണാർത്ഥം അയാൾ 2010 മുതൽ സയൻസ് കോൺഫറൻസുകൾ എന്ന രീതിയിൽ വ്യാപകമായി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. ഇപ്പോഴേക്ക് ഏകദേശം 10-16 വർഷം. അവിടുന്ന് ഇതുവരെ കുറച്ച് സമൂഹത്തെ ഈ നിരീശ്വരത്വം, അള്ളാഹു വേണ്ട, ഇസ്ലാം വേണ്ട, അത് ചെറിയ കുട്ടികളെ പോലും, പെൺകുട്ടികളെ പോലും, ക്യാമ്പസിലെ വിദ്യാർത്ഥിനികളെ പോലും, ഡിഗ്രിക്ക് പഠിക്കുന്ന ചെറിയ മക്കളെ പോലും വ്യാപകമായി സ്വാധീനിച്ചു എന്നല്ല ഞാൻ പറയണത്. നല്ല കുടുംബത്തിൽ ജനിച്ച് നന്നായിട്ട് വളർന്ന് ദീനൊക്കെ പഠിച്ച ആളുകളെ കുറിച്ചല്ല ഞാൻ പറയണത്. ദീനധാവിധി പഠിച്ച ആളുകളെ ഇത്തരം ഒരു വൃത്തികേടുകളും സ്വാധീനിക്കുകയില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്നതും അത് എല്ലാ അർത്ഥത്തിലും തെളിയിക്കാൻ പറ്റുന്നതുമാണ്. അങ്ങനൊന്നും അല്ലാത്ത ചില ഗാനേഷുമാര് മുസ്ലിങ്ങളെയൊക്കെ ഇത് സ്വാധീനിച്ചു. അതിൻ്റെ ഫലമായി കേരളത്തിൽ എന്ത് സംഭവിച്ചു? 2010 മുതൽ അധാർമികതയുടെ ഗ്രാഫ് നമ്മളൊന്ന് പരിശോധിക്കുക. കൊല്ലം വർദ്ധിച്ചു വരുന്നു. 2025 ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്നു. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ കുടുംബഛിദ്രതയുണ്ടായി. നമ്മൾ മനസ്സിലാക്കിയ കേരളത്തിൽ നിലവിലുള്ള കുടുംബ കോടതികളിൽ അവർക്ക് ഏതാനും വർഷം കഠിനാധ്വാനം ചെയ്താൽ പോലും തീർക്കാൻ പറ്റാത്ത അത്ര ഡൈവേഴ്സ് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. വിവാഹമോചനത്തിൻ്റെ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. ഇനിയും വരട്ടെ. ഇത്തരം അള്ളാഹുവിനെയും റസൂലിനെയും പരലോകത്തെക്കുറിച്ചുള്ള വിചാരത്തിൽ നിന്ന് സമൂഹത്തെ മാറ്റുന്ന പ്രസ്ഥാനങ്ങൾ സക്രിയമാവട്ടെ. 2020 ആകുമ്പോഴേക്ക് മനുഷ്യന് ക്ഷാമം വരും. കേരളത്തിൽ കുറേ മനുഷ്യരൂപങ്ങളുണ്ടാകും. അവിടെ മാതാവിനും പിതാവിനും പ്രസക്തിയൊന്നുമില്ല. ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യമില്ല.
സ്വന്തം മകളെയും പെങ്ങളെയും വരെ സെക്സിന് ഉപയോഗപ്പെടുത്തും. കാരണം ഇവരുടെ ക്ലാസ് അവിധത്തിൽ നടക്കുന്നുണ്ട്. ഇൻസിസ്റ്റ് എന്നാണ് പറയാം, അഗമ്യ ഗമനം. അതിന്റെ പോരിശ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളെ. സ്വന്തം പെൺകുട്ടിയെ എത്രമേൽ ശ്രദ്ധിച്ച് വളർത്തി കൊണ്ടുവന്നിട്ട് ഈ വളർച്ചയിൽ അവളുടെ ജീവിതത്തിൽ ഒരു 10 പൈസയുടെ പങ്കില്ലാത്ത ഒരുത്തിന് കയ്യും പിടിച്ചു കൊടുത്തിട്ട് ഇനി നീ കൊണ്ടുപോയി എന്താ വെച്ചാൽ ചെയ്തു എന്ന് പറയുന്ന വിവാഹം ഏറ്റവും വലിയ വിഡ്ഢിത്താണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കണത്. പിന്നെ വളർത്തിയുണ്ടാക്കിയാൽ നമ്മളത് അനുഭവിക്കണം എന്ന്. നമ്മളൊരു മാവ് നട്ടു, പൊന്നാരിച്ച് വളർത്തി വലുതാക്കി, അതിൽ കായ്ഫലങ്ങൾ നന്നായിട്ടുണ്ടായി. പൊഴുക്കാൻ സമയത്ത് അയൽവാസിയെ വിളിച്ചിട്ട് ഇത് നിൻ്റെതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇത് നിൻ്റെതാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഒരു പെൺകുട്ടിയെ ചെറുപ്പത്തിലെ വളർത്തി പീഡിയാറ്റിക്കിനെ കാണിച്ച് ഓരോ ആവശ്യത്തിനും അവളോടൊപ്പം നിന്ന് ഭക്ഷണം കൊടുത്ത് അവരുടെ ലൈംഗിക പാകാകുന്ന സമയത്ത് ഇതുവരെ അതിലൊരു ബന്ധമില്ലാത്ത ഒരുത്തിനെ വിളിച്ച് നീ കൊണ്ടുപോയിക്കുമെന്ന് പറയാമെന്ന്. അതുകൊണ്ട് വിവാഹം ഇല്ലാതെ ആവണമെന്ന് പേര് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വരുന്നതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും കേരളം അധാർമികതയുടെ പറുദീസയായി മാറും. അക്രമങ്ങളും വൃത്തികേടുകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈംഗിക രോഗങ്ങളും മറ്റുമുള്ള ഒരു നാടായി നമ്മുടെ കേരളം മാറും. ഇങ്ങനെ യുക്തിവാദത്തിന് ചെറിയ രീതിയിൽ സ്വാധീനം കിട്ടാൻ കാര്യം എന്താണ്? നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ. ജിയോ എന്ന് പറയുന്ന കമ്പനിക്കാരൻ 3 മാസം സൗജന്യമായി നെറ്റ് കൊടുത്ത അക്കാലം മുതലാണ് ഇത് സമൂഹത്തിലേക്ക് എത്തിയത്. 3 മാസം കഴിഞ്ഞപ്പോൾ 3 മാസം പിന്നെയും കൊടുത്ത്. എന്തിനായിരുന്നു സൗജന്യം കൊടുത്ത്? ഈ നാടിനെ മൊത്തം അതിൽ കുത്തിയിരുത്താൻ. 100% അവർ വിജയിച്ചു. അങ്ങനെ 6 മാസം 9 മാസം സൗജന്യമായി കിട്ടിയ 2 GB തീർത്ത് അടിച്ചു പൊളിച്ച് വേറെ ലോകം സൃഷ്ടിച്ച സമൂഹത്തിന് മുന്നിൽ പിന്നെ ഒരു പൈസ മേടിക്കൽ തുടങ്ങി. ഇതിന്ന് പിന്നെ ഇറങ്ങിപ്പോരാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുക, സ്രഷ്ടാവിനെയും പ്രപഞ്ചത്തെയും ഉൾക്കൊള്ളുക, എന്നിട്ട് ഏറ്റവും ധർമ്മനിഷ്ഠരായിട്ട് ജീവിതം മുന്നോട്ടുകൊണ്ടുപോവുക. എങ്കിൽ ഈ യുവാക്കൾ നമുക്ക് പ്രതീക്ഷയായിരിക്കും. ഈ യുവതികൾ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്നവരായിരിക്കും. ലോകത്തിന് മുന്നിൽ മാതൃകകളായിരിക്കും. അല്ലെങ്കിൽ താന്തോന്നികളും തമ്മാടികളും സമൂഹത്തിനും കുടുംബത്തിനും ബാധ്യതയുമായി മാറിയ, പണ്ട് ആദർട്ട് വെല്ലസ്ലി എന്ന എഴുത്തുകാരൻ പറഞ്ഞതുപോലെ, ബുദ്ധിയുള്ള ചെകുത്താന്മാരായി നമ്മുടെ മക്കൾ മാറിയേക്കും. പടച്ചറബ് കാത്ത് രക്ഷിക്കട്ടെ. ധർമ്മനിഷ്ഠരായി ജീവിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹു എല്ലാ അർത്ഥത്തിലുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.